ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും അഭിവൃദ്ധിക്കും കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആശംസിക്കുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടേതായ ടെസ്റ്റിമണികൾ ഞങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നതായ ഞങ്ങളുടെ ഈ നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്ന. എല്ലാ ദൈവമക്കളും അറിയുന്നത് പോലെ തന്നെ കർത്താവിൻ്റെ ദാസി റീജ ബിജു ആണ്. കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള ഒരാഗ്രഹമാണ് കർത്താവ് സാധിപ്പിച്ചതെന്ന് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസിയെ തൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദാസി സന്തോഷമായിരിക്കുന്നുവല്ലോ? സന്തോഷമായിട്ടിരിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിന് ഒരുപാട് അനുഭവങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാം. അതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. അങ്ങയുടെ മഹാസാന്നിധ്യം ഈ പകൽക്കാലം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. അങ്ങയുടെ ദാസി ദൈവസന്നിധിയിൽ അടികളോടൊപ്പം ആയിരിക്കുന്ന ദാസിയെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തണം. നാവോടും വായോടും കൂടെ അങ്ങയുടെ ആത്മാവ് ഇരിക്കണം കർത്താവെ. കേൾക്കുന്ന ജനത്തിന് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി തീരുവാന് കർത്താവിനോട് ഹല്ലേലൂയ കേൾക്കുന്നവരെ അടുക്കുവാൻ തക്കവണ്ണം ഈ സാക്ഷ്യം ദൈവം മുഖാന്തരമാക്കി തീരണമേ. യേശു ക്രിസ്തു ഹല്ലേലൂയ രക്ഷിതാവാണെന്ന് മനസ്സിലാക്കുവാനുള്ള എല്ലാ കൃപയും സാക്ഷ്യത്തിലൂടെ കർത്താവ് കൊടുത്താട്ട്. നെറ്റ്വർക്കിനെയും സിസ്റ്റത്തെയും എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാം അങ്ങയുടെ നിയന്ത്രണത്തിനുള്ളിലായിരുന്നാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവിനുള്ള സമയം ദേവദാസിക്ക് തരികയാണ്. ദേവദാസി ജീവിതാനുഭവം ഷെയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. സ്തോത്രം, സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് ജോയ്സ് ആന്റിക്കും സ്തോത്രം. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ഒരു മിനിസ്ട്രിയിലൂടെ അനേകരെ പരിചയപ്പെടുത്തുവാൻ, അനേകരുടെ അനുഭവങ്ങളൊക്കെ പരിചയപ്പെടുത്തുവാൻ കർത്താവ് ഈ മിനിസ്ട്രിയിലൂടെ തന്റെ ദാസിയെ കുടുംബമായി സഹായിക്കുന്നതിൽ ഓർത്ത് ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിലാണല്ലോ. ആമേൻ. അത് ഞങ്ങൾക്ക് വലിയൊരു അഭിമാനം, സന്തോഷമാണ്. ഞാൻ ഈ ആമേൻ അനേകരുടെ സാക്ഷ്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ, ഈ ചാനലിലൂടെ കാണാറുണ്ട്. അപ്പം ജോയ്സ് ടി വിയിൽ വന്നും ഇങ്ങനെ ഒരു അനുഭവം പങ്കുവെക്കുവാൻ കർത്താവ് എനിക്ക് നല്ലൊരു അവസരം ഒരുക്കി തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. എന്റെ അനുഭവങ്ങൾ സ്തോത്രം എനിക്ക് ഒത്തിരി സന്തോഷമാണ് പറയുന്നത്. അത് അനേകരിലേക്ക് കൈമാറുവാൻ കർത്താവ് ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടി വിയിലൂടെ ഒക്കെ ജനങ്ങളിലേക്ക് കൈമാറുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി അനുഭവങ്ങൾ കേൾക്കാനിടയായി തീർന്നു. തകർന്നു പോയി നുറുങ്ങി ഇനി ജീവിതമില്ലെന്ന് പറഞ്ഞ് തകർന്നിരിക്കുന്ന കുടുംബങ്ങൾ, വ്യക്തി ജീവിതങ്ങളുടെ അത് വലിയൊരു വിടുതലായി. സാക്ഷ്യങ്ങൾ, അനേകരുടെ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തെ ബലപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കുമ്പോൾ ഒത്തിരി പറയണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് തോന്നും നമ്മുടെ ചിലപ്പോൾ ഒരു വാക്കായിരിക്കും അനേകരുടെ വിടുതൽ. അതുകൊണ്ട് ഈ മിനിസ്ട്രി ആയിരക്കണക്കിന് ജനത്തിന് വിടുതലും അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞാന് ജനിച്ചു വളർന്നതൊക്കെ കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ ഒരു പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. തൃക്കണ്ണമംഗൽ ഷാരോൺ സഭയിലാണ് ജനിച്ചു വളർന്നത്. ഒത്തിരി സന്തോഷമുള്ളത് ഒരു പെന്തക്കോസ് കുടുംബത്തിൽ തന്നെ ജനിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. എന്നാല് എന്റെ പിതാവ് ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. എന്റെ അമ്മ കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾ 4 സഹോദരങ്ങളായിരുന്നു. എനിക്ക് മൂത്തൊരു സഹോദരൻ, രണ്ടാമത്തെയാണ് ഞാൻ. എനിക്ക് 2 സഹോദരിമാരുണ്ട്. ഞങ്ങൾ 3 സഹോദരിമാരും ഇന്ന് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ ഞാന് ഒരു സാധു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടത് കൊണ്ട് അതിൻ്റെതായ ജീവിതത്തിൽ ഒത്തിരി ഞെരുക്കങ്ങളും വേദനകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ അനുഭവിച്ച വ്യക്തിയാണ്. എങ്കിലും
ദൈവകൃപയിൽ ആശ്രയിച്ച് ചെറിയ പ്രായം മുതൽ പ്രാർത്ഥനാ ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞാനും എന്റെ സഹോദരിമാരും കൂടെ ഒരുമിച്ച് ചേർന്ന് രാത്രി 1 മണിക്ക് പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും ഞങ്ങള് രാത്രി 1 മണിക്ക് ഞങ്ങൾ 3 പേരും കൂടെ മുട്ടുമടക്കും. എന്റെ അനിയത്തി, ഏറ്റവും അനിയത്തി കൊച്ചി ആമേൻ, അവളൊരു 2-3 ക്ലാസ്സിലൊക്കെ പഠിക്കുക. അപ്പൊ ഒത്തിരി വിഷയം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും അനിയത്തിയ. ഞങ്ങൾ 2 സഹോദരിമാര് പ്രാർത്ഥിക്കും, അവൾ വിഷയം പറയും. ഇന്നും അങ്ങനെ തന്നെ കേട്ടോ. ഏറ്റവും അനിയത്തി കണ്ണൂര് പയ്യന്നൂർ IPC AG ചർച്ചിലുള്ള ബന്ധത്തെ ശുശ്രൂഷയിലായിരിക്കുന്നു. രണ്ടാമത്തെ അനിയത്തി ചെങ്ങന്നൂര് അവിടെയും IPC സഭയുള്ള ബന്ധ ശുശ്രൂഷയിലായിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും IPCയിലും ഏറ്റവും അനിയത്തി AG സഭയിലും ശുശ്രൂഷയിലായിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ചെറിയ പ്രായം തൊട്ടേ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഏറ്റവും അനിയത്തി 5ാം ക്ലാസ്സിൽ വെച്ച് പ്രവചിക്കാൻ തുടങ്ങി ശക്തമായി. ഞങ്ങൾ 3 സഹോദരിമാർ ഒരു ഫാസ്റ്റിംഗ് പ്രയറിൽ തൃക്കണ്ണമംഗൽ ഷാരോൺ സഭയിൽ എല്ലാ വർഷത്തിലും ഫാസ്റ്റിംഗ് പ്രയർ നടക്കും 21 ദിവസം. അപ്പൊ ഞങ്ങൾ സഹോദരിമാർ അവസാനത്തെ ഒരു 7 ദിവസം ഫാസ്റ്റിംഗ്. ഏറ്റവും കൊച്ചു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടൽ കുഞ്ഞോ പാസ്റ്റർ വന്നിട്ട്, ഞങ്ങൾ 3 പേര് സഹോദരിമാരാന്ന് അറിയത്തില്ല, ഞങ്ങൾ 3 പേരുടെയും കൂടെ തലയെ കൈവച്ചിട്ട് പറഞ്ഞു, ഇവര് 3 പേര് ശുശ്രൂഷയ്ക്കുള്ളവരാ. അയ്യോ, ഭയങ്കരമായിട്ട് ആരാധിച്ചിട്ട് ഏറ്റവും അനിയത്തി 5ാം ക്ലാസ് പഠിക്കുമല്ലേ, പ്രവചിക്കാൻ തുടങ്ങി. അത് ചില അഭിഷക്തന്മാരുടെ കൈവെപ്പിടാൻ ഞാൻ ഒത്തിരി വിശ്വസിക്കുന്നതാണ് കേട്ടോ. ഒത്തിരി വിശ്വസിക്കാൻ പ്രാർത്ഥിക്കാൻ ചെയ്യുന്ന അന്നൊക്കെ വിശ്വാസത്തിന് വേണ്ടി നിന്ന ഭക്തന്മാർ കരം വെച്ച് ദൂത് പറഞ്ഞപ്പോൾ തന്നെ പ്രവചിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് കൊട്ടാരക്കര സെക്ഷൻ, ഷാരോന്റെ കൊട്ടാരക്കര സെക്ഷന്റെ ഒരു ഫാസ്റ്റിംഗ് പ്രയർ ആയതുകൊണ്ട് അവിടെ അനേകര് വന്നു. അപ്പൊ ഈ വന്നവരെല്ലാം എന്റെ അനിയത്തെ വിളിക്കാൻ തുടങ്ങി വീടുകളിൽ പ്രാർത്ഥിക്കാൻ. അപ്പൊ വിളിക്കുമ്പോൾ എന്റെ മൂത്ത ഞങ്ങൾ 2 സഹോദരിമാരെയും കൂടെ കൊണ്ടുപോകും കൂട്ടത്തിൽ. എന്തിനാ? ഞങ്ങൾ ഇങ്ങനെ ആരാധിക്കും, ഞങ്ങൾ നന്നായിട്ട് ആരാധിക്കും, അനിയത്തി പ്രവചിക്കും. അന്ന് തുടങ്ങിയ ശുശ്രൂഷ. അന്ന് മുതല് ഇങ്ങനെ ഒത്തിരി സന്തോഷം അതൊക്കെ പറയാൻ. ഒത്തിരി തൃക്കണ്ണമംഗലുള്ള ഒരുവിധം ആൾക്കാർക്കൊക്കെ ഞങ്ങളെ അറിയാം. അപ്പൊ അങ്ങനെ അന്നേ ചെറു പ്രായം തൊട്ടേ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. എന്നാൽ എന്റെ 10ാം ക്ലാസ്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി 1 മണിക്ക് ഞാൻ ഇങ്ങനെ ദർശനം കാണുക. ഒരു അംഗവൈകല്യമുള്ള വ്യക്തിയെ ഞാൻ എപ്പോഴും ഇങ്ങനെ ദർശനം കാണും. ഇങ്ങനെ ദർശനം കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ ചിന്ത, ഇങ്ങനെ ഒരു കാല് വീഴാത്ത ഒരു അംഗവൈകല്യമുള്ള ആളെ ഞാൻ കാണുന്നത്. അപ്പൊ എന്റെ ചിന്ത, ഇങ്ങനെയുള്ള വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിടുതല. അപ്പൊ ഞാൻ ഇങ്ങനെ പല പ്രാവശ്യം കാണാൻ തുടങ്ങി. ദേവദാസന്മാരോടൊക്കെ പറഞ്ഞപ്പോൾ ദേവദാസന്മാരെല്ലാം പറഞ്ഞു, റിജ രോഗശാന്തി ശുശ്രൂഷ വരം തരാനാ, ഇങ്ങനെയുള്ള വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ കിട്ടും, അതുകൊണ്ട് ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. അന്ന് അങ്ങനെ ദേവദാസന്മാർ നമ്മളെ ബലപ്പെടുത്തും. അപ്പൊ ഞാനത് ഏറ്റെടുത്തു, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ അംഗവൈകല്യമുള്ള വ്യക്തിയെ കണ്ടില്ല. ഞാൻ ഈ സ്കൂളിൽ പോയിട്ട് വന്ന ഉടനെ അനിയത്തിമാരെ കൂട്ടി എല്ലാ വീടുകളിലും ഒക്കെ പ്രാർത്ഥിക്കാൻ പോകും. പക്ഷെ ഞാനൊരു അംഗവൈകല്യമുള്ള വ്യക്തിയെ കണ്ടില്ല. എന്നാൽ ഞാൻ അതങ്ങ് മറന്നുപോയി. പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത്, ഞങ്ങൾ പാർക്കും തൊട്ടടുത്ത് തന്നെ ഈസ്റ്റ് ഷാരോൺ ചർച്ച് എന്ന് വെച്ചാൽ മറ്റേ തൃക്കണ്ണമംഗൽ ഷാരോൺ ചർച്ചിന്റെ ഔട്ടേഷൻ വർക്കായിട്ട് ഈസ്റ്റ് ഷാരോൺ സഭ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ആ ചർച്ച അത്രയും ദൂരെ തൃക്കണ്ണമംഗൽ വരെ പോകണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ എന്റെ വീട്ടുകാർ, ഞങ്ങളുടെ മാതൃ ചർച്ച് ആ ഈസ്റ്റ് ഷാരോൺ സഭയാണ്. അപ്പം അവിടെ ഞങ്ങൾ ഇങ്ങനെ പോയി. അങ്ങനെ ഇരിക്കുമ്പോ അന്ന് അവിടെ പിലിപ്പൂട്ടി പാസ്റ്റ് എന്ന് പറയാം, ഉടനാടുന്നുള്ള പിലിപ്പൂട്ടി പാസ്റ്റ് ആയിരുന്നു അന്ന് ഞങ്ങളുടെ സഭയിലെ പാസ്റ്റ്. അപ്പൊ ഈ ഇരിക്കുമ്പം എനിക്ക് വേണ്ടി ഒരു വിവാഹാലോചന വരിക. വന്നപ്പോ എന്നോട് പറഞ്ഞു, പയ്യന്റെ വീട് കൊട്ടാരക്കര തൃക്കണ്ണമംഗലം തന്നെയാണ്, പക്ഷെ ഇടുക്കിയിലാണ് സഭാ ചർച്ച്, അവിടെ IPCയുള്ള ബന്ധത്തിലുള്ള ശുശ്രൂഷയിലായിരിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ശുശ്രൂഷ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവിടുത്തെ പാസ്റ്ററാണെന്ന് കേട്ടപ്പോ ഓക്കെ ഞാൻ പറഞ്ഞു സമ്മതം. 18 വയസ്സായതേ ഉള്ളൂ. ഓക്കെ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ എന്നെ കാണാൻ വരുന്നു. അച്ഛൻ കൂടുന്ന മാതൃ ചർച്ച് കൊട്ടാരക്കര IPC ബേർഷബ സഭയാണ്. അപ്പം ബേർഷബ സഭയിലെ അംഗങ്ങളും അച്ഛനും ഇവരെല്ലാം കൂടെ കാണാൻ വന്ന സമയത്ത് എന്റെ ചെറുപ്രായത്തിലൊക്കെ അന്ന് ഇങ്ങനെ കാണാൻ വരുമ്പോഴ് പെണ്ണ് കാണച്ചടങ്ങുണ്ടല്ലോ. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ചായയും കൊണ്ട് ചെല്ലുമ്പോ ചെറുക്കം പേര് ചോദിക്കും, അല്ലെങ്കിൽ കൂടെ വരുന്നവരൊക്കെ പേര് ചോദിക്കും. അങ്ങനെയാണ് നമ്മളെ പെണ്ണ് കാണുന്നത്. അപ്പൊ അതുപോലെ ഞാൻ ഇങ്ങനെ ചായയും കൊണ്ട് ചെല്ലുന്ന സമയത്ത് കൂടെ വന്ന് പാസ്റ്റർ പറഞ്ഞു, മോളെ ഇതാണ് പയ്യൻ. ഞാൻ നോക്കിയപ്പോൾ അംഗവൈകല്യമുള്ള വ്യക്തിയാ, കാല് വയ്യ. ഞാന് പെട്ടെന്ന് ആ സമയം തന്നെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, മോളെ
നീ 15-ാമത്തെ വയസ്സിൽ കണ്ട സ്വപ്നമായി പറഞ്ഞേ, നീ അന്ന് കണ്ട ദർശനമാ. ഞാൻ മറന്നുപോയെങ്കിലും ദർശനം തന്ന കർത്താവ് മറന്നില്ല. ഞാൻ എന്റെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. അതിനു മുമ്പിട്ട് എന്റെ അപ്പനും അമ്മയും ഒന്നും എന്നോട് പറഞ്ഞില്ല. അപ്പനും അമ്മയ്ക്ക് അറിയത്തുള്ളായിരുന്നു, അവര് പറഞ്ഞില്ല. കാരണം അപ്പൊ ഞാൻ ചിന്തിക്കുക, എല്ലാം ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ദൈവദാസന്മാർ ഒരു നേരെയുണ്ട് കേട്ടോ. എനിക്ക് സാം ഡാനിയൽ പാസ്റ്റ്, പാമ്പാടി സെൻട്രൽ പാസ്റ്റ് സെക്കൻഡ് സാം ഡാനിയൽ പാസ്റ്റ് ആയിരുന്നു ബേർഷാബ IPC ചർച്ചിലെ പാസ്റ്റ്. പെട്ടെന്ന് അച്ഛൻ എന്നോട് ചോദിച്ച 3 ക്വസ്റ്റ്യൻ എല്ലാ ദൈവദാസന്മാരുടെയും നിരയിൽ വെച്ച് എന്നോട് ചോദിച്ചു. ഞാൻ ഒരു അംഗവൈകല്യമുള്ള വ്യക്തിയാ, എന്നെ സ്വീകരിക്കാം? ഞാൻ പറഞ്ഞു സ്വീകരിക്കാം. 2, ഹൈറേഞ്ചിലാ സഭ, ഇടുക്കിയിലാ സഭ, കുന്നും മലകളൊക്കെ കയറി ഇറങ്ങാൻ തയ്യാറാണോ? ഞാൻ പറഞ്ഞു തയ്യാറാ. 3, പട്ടിണി കിടക്കാൻ തയ്യാറാണോ? ഞാൻ പറഞ്ഞു പട്ടിണി കിടക്കാനും തയ്യാറാ. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്നെ കാണാൻ വന്ന ഈ ചെറുക്കൻ കർത്താവിൽ ജയിച്ചവനാണ്. അതുകൊണ്ട് എന്റെ ജീവിതകാലം ഒരിക്കലും ഞാൻ പരാജയപ്പെടത്തില്ല, ഞാൻ ക്ഷീണിച്ചു പോകത്തില്ല. തീരുമാനം, ഉറച്ച തീരുമാനം എടുത്തു. ദൈവസ്ഥ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം സ്തോത്രം, ഇവര് പെട്ടെന്ന് എല്ലാ വാക്കുകളൊക്കെ ആ ഡേറ്റ് ഒക്കെ തീരുമാനിച്ച് ഇവർ മടങ്ങിപ്പോയി. എന്നാൽ നമ്മൾ അപ്പൻ വീട്ടുകാരോടും അമ്മ വീട്ടുകാരോടൊക്കെ പറയത്തില്ലേ? പറയുമ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ, വേദനകൾ, ജീവിതത്തിൽ അനേകര് കൂടെ പഠിച്ചവരും കൂട്ടുകാരും എല്ലാവരും ഒത്തിരി പരിഹസിച്ചു, തകർന്നു പോയി. 6 മാസം തികയ്ക്കത്തില്ല, വെല്ലുവിളികൾ കടന്നു വന്നു. സ്തോത്രം, എനിക്കിപ്പം നമുക്കിപ്പോ ലൈവാ, എന്റെ എൻഗേജ്മെന്റിനൊക്കെ ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ ഒക്കെ കടന്നുപോയി. പക്ഷേ ഞാൻ ആ സമയം എല്ലാം ദൈവസഭയിൽ പ്രാർത്ഥിച്ചു. അന്ന് ഈ 18 വയസ്സെന്നൊക്കെ പറഞ്ഞാ അന്ന് നമ്മൾ പിതാക്കന്മാരുടെ അല്ലെ, സത്യത്തില് അന്ന് അപ്പന്മാരും അമ്മമാരും പറഞ്ഞു തരുന്ന ഉപദേശങ്ങൾ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തിനു വേണ്ടി ശക്തമായി നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ആരുടെ മുന്നിൽ ക്ഷീണിക്കാതെ ദൈവം നാമത്തിനു വേണ്ടി തീഷ്ണതയോടെ നിൽക്കും. ഇപ്പോന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ തലമുറയോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവര് പെട്ടെന്ന് പറയുന്നൊരു മറുപടി ഉണ്ട്, അത് പണ്ടായിരുന്നു, അത് അന്നായിരുന്നു, ഇന്ന് അങ്ങനല്ല മതി, ഇതിങ്ങനല്ല, ഇതങ്ങനല്ല. പക്ഷെ ഇല്ല, അന്ന് പ്രാപിച്ച ദൈവകൃപയും ദൈവത്തിന്റെ വചനത്തിനും വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ ആ പിതാക്കന്മാർ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ നിൽക്കുന്നത് കൊണ്ട് വെല്ലുവിളികൾ കടന്നു വന്നാൽ ക്ഷീണിച്ചു പോകാതെ വിശ്വാസത്തോടെ അഭിഷേകത്തോടെ പറഞ്ഞു, എനിക്ക് 6 മാസം ഞാൻ തികച്ചില്ലെങ്കിലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറത്തില്ല. ഉറച്ചു തീരുമാനിച്ചു. അവസാനം എന്റെ മുഖത്ത് നോക്കി പലരും പറഞ്ഞു, നിനക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അംഗവൈകല്യമുള്ളവരാണ്, നീ തകർന്നു പോകും, നശിച്ചു പോകും. ആ സമയത്ത് ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് എന്റെ ഉദരത്തിൽ കരം വെച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അംഗവൈകല്യമുള്ള തലമുറയെ തന്ന ഞാൻ വളർത്തും, ഞാൻ അവരെ വളർത്തും. അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ തന്ന ഞാൻ വളർത്തും. ഞാൻ ഉറച്ചു തീരുമാനം എടുത്ത് ദൈവനാമത്തിന് വേണ്ടി വിശ്വാസത്തോടെ ഇറങ്ങി. അങ്ങനെ സ്തോത്രം, ഞങ്ങള് കല്യാണമൊക്കെ കഴിഞ്ഞു ഹൈറേഞ്ചിലേക്ക് ചെല്ലുമ്പോ നമ്മൾ അവിടെ ചെന്ന പ്രവർത്തനങ്ങൾ ഒരു സഭാചാരത്തിൽ ഇരിക്കുമ്പോഴാണല്ലോ കല്യാണം. അതുകൊണ്ട് ചെന്ന് ആദ്യ സമയങ്ങളിൽ തന്നെ വിസിറ്റിങ്ങിന് പോയി, എല്ലാ വീടുകളിലും വിസിറ്റിങ്ങിന് പോകുമ്പോ ഞാൻ നോക്കുമ്പോ ഒരു കുന്നിന്റെ മണ്ടയില് ഒരു വിശ്വാസിയുടെ വീട്ടിൽ കയറിയിട്ട് അവിടുന്ന് താഴെ ഇറങ്ങിയിട്ട് അടുത്ത കുന്ന് കയറണം. അയ്യോ, ഞാൻ അച്ഛനോട് ചോദിച്ചു, ഞാൻ 2ാമത്തെ വീട് കയറാൻ നേരത്തെ ഞാൻ അവിടെ നിന്നിട്ട് ചോദിച്ചു, നമ്മുടെ വീട് കൊട്ടാരക്കരയല്ലേ? നമുക്ക് കൊട്ടാരക്കര, കൊല്ലം, തിരുവനന്തപുരം, തിരുവല്ല, കോട്ടയം നല്ല നിരന്ന സ്ഥലങ്ങളില്ലേ? അച്ഛൻ ഈ കാല് വയ്യാതെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്തിനാ ഇവിടെ വന്നേ? അപ്പൊ എന്നോട് പറഞ്ഞു, മച്ചി എന്ന് പറഞ്ഞവൾക്ക് 6-ാം മാസം. എന്നോട് ആദ്യം പറഞ്ഞ മറുപടി എന്താ? അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, എന്താ? അപ്പൊ പറഞ്ഞതാ, എന്നോട് അമ്മ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ അമ്മച്ചി ഒത്തിരി അനുഭവം എന്നെ ഒത്തിരി ബലപ്പെടുത്തുന്ന ഒരു അമ്മയായിരുന്നു. എന്നെ ഒത്തിരി ബലപ്പെടുത്തിയിട്ട് എന്നെ വിട്ടത്. കാരണം അമ്മ പറഞ്ഞു, ഹയർ റേഞ്ചിലാണ്, ഇപ്പൊ നിനക്ക് 18 വയസ്സേ ഉള്ളൂ, അവനെ കാല് വയ്യ, സൂക്ഷിക്കണം, പ്രാർത്ഥിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ അമ്മച്ചി എന്നെ വിട്ടെ. അപ്പൊ അങ്ങനെ അച്ഛനോട് ചോദിച്ചാൽ എന്താ കാര്യം എന്താ? അപ്പം പറഞ്ഞു, ആ കുടുംബത്തിൽ, അച്ഛന്റെ കുടുംബത്തില് മൂത്തത് 2 സഹോദരിമാർ, എന്ന് വെച്ചാൽ മാതാപിതാക്കൾക്ക് 2 പെൺമക്കളെ കൊടുത്തതിന് ശേഷം 3ാമത് കൊടുത്തൊരു മകനാണ്.
അപ്പൊ ആ വീട്ടിലെ സന്തോഷം എത്രമാത്രമായിരിക്കും. ഒരു മൂന്നാമതൊരു മകൻ ജനിക്കുമ്പോൾ ഒരപ്പനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷം. അപ്പം ഒരു വയസ്സായി നടന്നങ്ങോട്ട് തുടങ്ങിയപ്പോ പെട്ടെന്ന് പോളിയോ എന്ന രോഗം വന്ന് ഇലിക്ക് താഴെ തളർന്നു പോയി. ആ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ 2 സൂക്ഷിച്ച കാലുകളുമായി നിരങ്ങിയാ നടക്കുന്നത്. ഇങ്ങനെ എഴഞ്ഞു പോകും. ഇങ്ങനെ അന്ന് ഓടനവട്ടം ആ ഭാഗങ്ങളിലൊക്കെ വെളിയും പോറ്റി അന്ന് വൈദ്യന്മാരൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ഇടയിലെല്ലാം അവിടെ എല്ലാം കൊണ്ടുപോയപ്പോ അവരെല്ലാം പറഞ്ഞു ഒരു രക്ഷയില്ല, നടക്കത്തേ ഇല്ല, നീ നടക്കത്തില്ല എന്ന് പറഞ്ഞു. അവസാനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഏറിയ വർഷം കൊണ്ട് നടന്നു. ഏറിയ വർഷം ഒരമ്മ ഒരു തോളിലിട്ട് കൊണ്ട് നടക്കുമെന്ന് വെച്ചാൽ എന്നാ പാടാ. കാരണം എനിക്ക് താഴെ തളർന്നു കിടക്കുന്ന 2 കാലുകളുമായിട്ട് അന്നൊക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി വരിക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. അങ്ങനെ മാതാപിതാക്കൾ അവിടെ കൊണ്ടുപോയി തിരിച്ച് വീട്ടിൽ കൊണ്ടുവരും. അങ്ങനെ വർഷങ്ങളോളം കൊണ്ടുവരുന്ന ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു, ഇനി ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, നടക്കത്തില്ല, എഴുതി ഒപ്പുവെച്ച് കൊടുത്തു വിട്ടു, ഇനി ഇവൻ നടക്കില്ല, കൊണ്ടുവരണ്ട. ഒരപ്പന്റെ അമ്മയുടെ ഹൃദയത്തിന്റെ വേദന, മറ്റുള്ളവരുടെ ചോദ്യം അല്ലെ. സത്യത്തില് എന്നെ കേൾക്കുന്ന അനേകര് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ ഓർത്തൊക്കെ ഭാരപ്പെടുന്ന മാതാപിതാക്കൾ. കാരണം അംഗവൈകല്യമുള്ള, നടക്കാത്ത, എന്ന് വെച്ചാൽ ഒത്തിരി ബലഹീനരായ കുഞ്ഞുങ്ങളുള്ള അമ്മമാര് പറഞ്ഞിട്ടുണ്ട്, ഈ കുഞ്ഞിനെ കൊണ്ട് ഒരു മീറ്റിങ്ങിന് പോലും എനിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം പലരുടെ നോട്ടം, പലരുടെ ചോദ്യം, ഇതൊക്കെ കാണുമ്പം ഹൃദയം പൊട്ടാറുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം, ഞാൻ ഇവരെയൊക്കെ ചേർത്ത് പിടിക്കാറുണ്ട്, അവരവരനുഭവിക്കുന്ന വേദനകള്. അപ്പം അതുകൊണ്ട് ഈ അമ്മ മറ്റുള്ളവരുടെ ഇവനെ കൊണ്ടുപോയിട്ട് രക്ഷയില്ലേ, ഇവൻ നടക്കത്തില്ല. അമ്മ എന്നോട് പറയുമായിരുന്നു, എല്ലാരും ചോദിക്കുന്ന ഇങ്ങനെ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ വന്ന ഉടനെ ഡോക്ടർ എന്ത് പറഞ്ഞു, ഇത് നടക്കുവോ? ഇത് നടക്കത്തില്ല. ചിലപ്പോ അവര് സ്നേഹം കൊണ്ടായിരിക്കാം പറയുന്നേ. പക്ഷേ ഒരു അമ്മയുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ വളരെയധികം അത് ഭയങ്കര മുറിവേൽക്കും. അങ്ങനെ ഈ കുഞ്ഞിനെ ഈ അമ്മ കൊണ്ടുവന്ന് വീട്ടിലോട്ട് കിടത്തിയിട്ട് ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ, ഈ 2 പെൺമക്കൾക്ക് ശേഷം 3ാമത് തന്നൊരു മകന് ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങള് ഈ കുഞ്ഞിനെ വളർത്തി. പക്ഷേ ഈ കുഞ്ഞിന്റെ ഈ ഒരു അവസ്ഥ കാണാൻ വയ്യ, ഈ കുഞ്ഞ് എഴഞ്ഞു നടക്കുന്നത് കാണാൻ വയ്യ. ഡോക്ടേഴ്സ് കൈവിട്ടില്ലേ, അപ്പൊ എല്ലാരും കൈവിട്ട്. കർത്താവെ, നീ തരുന്നെങ്കിൽ നീ ആരോഗ്യത്തോടെ താ, ഇല്ലെങ്കിൽ തന്ന ദൈവം തിരിച്ചെടുത്തോ എന്ന് പറഞ്ഞ് വാവിട്ട് കരഞ്ഞ ഒരു അമ്മയുടെ കണ്ണുനീര് മുഴുവനും ആ മകന്റെ മുകളിലോട്ടാ വീണ്. റാഹേലിനെ നോക്കിയിട്ട് യിരെമ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമുണ്ട്, കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. നിനക്കൊരു പ്രതിഫലമുണ്ട്. ആരും കാണാതെ ഉള്ളറകളിൽ കരയുന്ന അമ്മമാർ, ആരും കാണാതെ തകർന്നിരിക്കുന്ന വിഷയമുള്ള ഭാരപ്പെടുന്നവർ, അവരോട് വിളിച്ചു പറയാം, ആരും കാണാതെ കരയുന്ന അമ്മമാർ. ആയതുപോലെ ഈ അമ്മ കരഞ്ഞ കണ്ണുനീരൊന്നും വെറുതെ അല്ല. ഈ അമ്മ കരഞ്ഞു. പിറ്റേ ദിവസം ഈ മകൻ ഒറ്റയ്ക്ക് ഭവനത്തിലാക്കിയിട്ട് അപ്പനും അമ്മയും ജോലിക്ക് പോയി. സഹോദരിമാർ 2 പേര് സ്കൂളിൽ പോയി. ഏകനായി, ഒട്ടിയ വയറും ഒട്ടിയ കവളും കുഴിഞ്ഞ കണ്ണുകളുമായി തകർക്കപ്പെട്ടവനായി ഒരു ഭവനത്തിന്റെ ഉള്ളറയിൽ നിൽക്കുക. എന്ന് വെച്ചാൽ ആ അച്ഛന്റെ പ്രായമുള്ളവരൊക്കെ സ്കൂളിൽ പോവാം. ഈ മകന്റെ പ്രായമുള്ളവർ സ്കൂളിൽ പോകുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർമാരുടെ സംസാരവും അമ്മയുടെ ശബ്ദവും എല്ലാം കേട്ട് തകർക്കപ്പെട്ടവനായി, ഇനി ജീവിതം വേണ്ട, ജീവിതം ഇനി വേണ്ട, അമ്മയ്ക്ക് ഭാരം, അപ്പന് ഭാരം. ഡോക്ടർമാർ കൈവിട്ടു, വൈദ്യന്മാർ കൈവിട്ടു, നിരാശപ്പെട്ടു. ഏകനായി തകർന്നു കിടക്കുന്ന ഈ സമയത്ത് മരിച്ചാ മതി എന്ന് ഹൃദയം കൊണ്ട് ചിന്തിച്ച സമയത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ദൈവദാസൻ, ഇട്ടിമൂപ്പൻ എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ ആ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ആ ദൈവദാസൻ ആ ഭവനത്തിൽ കയറി. ഇവര് മർത്തോമ ചർച്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ദൈവദാസന് ദൈവാത്മാവ് ഇടപെട്ട്. നമുക്ക് തോന്നും യാദർച്ഛ്യ വന്നയാണെന്ന്, പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയിൽ യാദർച്ഛ്യ എന്നൊരു പദമില്ല. അപ്പൊ ദൈവം അയച്ചിട്ടൊരുവൻ വന്നു. ദൈവം ആ ദൈവദാസനെ ആ ഭവനത്തിൽ അയച്ചു. അയച്ച് ഈ ദൈവദാസൻ ചെല്ലുമ്പോൾ നോക്കുമ്പോൾ
വയറൊക്കെ ഒട്ടി, 2 സൂക്ഷിച്ച കാലുകളും കവളൊട്ടി, കണ്ണൊക്കെ കുഴിഞ്ഞു കിടക്കുന്ന ഒരു മകനെ കണ്ടിട്ട് ഈ ദൈവദാസന്റെ കരം ആ ശിരസിന്മേൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവേ, എതിരെയുള്ള ഗ്രാമത്തിലേക്ക് ശിഷ്യന്മാരെ അയച്ചത് കെട്ടപ്പെട്ട് കിടക്കുന്ന കഴുതയെ അഴിപ്പാനാ. ആ കഴുതയെ അഴിക്കുമ്പോൾ ആരെങ്കിലും പലതും ചോദിച്ചാൽ പറയണം, ഇത് കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന്. അങ്ങനെ പറയണം എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞു: ഈ കെട്ടപ്പെട്ട് കിടക്കുന്ന കുഞ്ഞിനെ കർത്താവിന് ആവശ്യമുണ്ട്. ഈ കുഞ്ഞിനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആവശ്യമുണ്ട്. ഇവൻ കർത്താവിന്റെ വേല ചെയ്യും എന്ന് പറഞ്ഞ ആ ദൈവദാസൻ പ്രാർത്ഥിച്ചു മടങ്ങിപ്പോയി. തന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ളൊരു പ്രാർത്ഥന ഈ മകന്റെ ശരീരത്തെ ചലിപ്പിക്കാൻ തുടങ്ങി. മെഡിക്കൽ സയൻസ് കൈവിട്ട് ഇനി മറുപടി ഇല്ലെന്ന് പറഞ്ഞ് വേദനയോടെ ഭവനത്തിന്റെ അകത്തളത്തിൽ കഴിയുന്ന മകൻ, സ്തോത്രം, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിന്നു പോയിട്ടില്ല. യേശു പറഞ്ഞു അടയാളങ്ങളുടെ ആരംഭം എന്ന് പറഞ്ഞു. പക്ഷേ അടയാളങ്ങളുടെ അവസാനം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇന്നും അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുക. എന്റെ യേശു അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. രോഗികൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ജീവിതാനുഭവത്തോടനുബന്ധിച്ച് ഒത്തിരി അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ ഈ ദൈവദാസൻ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചലിക്കാതെ കിടക്കുന്ന കാലുകളുടെ മേൽ ദൈവശക്തി വ്യാപരിപ്പിക്കുന്ന ഒരു അനുഭവം തന്നെ ശരീരത്തിന്മേൽ വെളിപ്പെട്ടു. ദൈവദാസൻ പ്രാർത്ഥിച്ചു മടങ്ങിപ്പോയി. എന്നാൽ അന്ന് വൈകിട്ട് അമ്മ വന്നിട്ടാണ് എന്ന് വെച്ചാൽ കുളിപ്പിക്കുകയും ആഹാരം കുടിക്കുകയും, കാരണം ഇങ്ങനെ സൂക്ഷിച്ച് കിടക്കുക. അമ്മ വന്ന് പെട്ടെന്ന് കുളിപ്പിക്കാൻ എടുക്കുമ്പോ കഴിഞ്ഞ വൈകിയ സമയം വിട്ട് കരഞ്ഞൊരമ്മ. അമ്മയ്ക്ക് മോനെ വേണ്ടാത്തോണ്ടല്ല അമ്മ കരഞ്ഞ്. എന്റെ കുഞ്ഞ് ഇഴഞ്ഞു നടക്കുന്നത് കാണാൻ ഒരമ്മയുടെ ഹൃദയം ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ ഈ അമ്മ വിട്ട് കരഞ്ഞിട്ട് ആ കരച്ചില് സ്വർഗം കണ്ടു. അപ്പം അമ്മ കുളിപ്പിക്കാൻ എടുക്കുമ്പോ ഇന്നലെ ഡോക്ടർ പറഞ്ഞില്ലേ ഇവൻ നടക്കത്തില്ല, നടക്കാൻ യാതൊരു സാധ്യതയില്ല എന്ന് പറഞ്ഞു വിട്ട സർട്ടിഫിക്കറ്റ് കയ്യിലിരിക്കുമ്പോ, ഡോക്ടർമാർ എഴുതി കൊടുത്തു വിട്ട സകല രേഖകളും കയ്യിലിരിക്കുമ്പോൾ തന്നെ ആമേൻ, എന്റെ കർത്താവിന്റെ കരം ചലിച്ചത് കൊണ്ട് ആ അമ്മ കുളിപ്പിക്കാൻ എടുക്കുമ്പോൾ ഈ കാലുകൾ ചലിക്കുന്ന കാണുക. ഈ കാലുകൾ ചലിക്കുന്നു. അമ്മയ്ക്ക് അത്ഭുതം തോന്നി. ഇത്രയും വർഷം കൊണ്ടുപോയിട്ട് ഒരു വിടുതലില്ലാതിരിക്കുമ്പോ പെട്ടെന്ന് കാലുകൾ ചലിക്കുന്നത് കണ്ടു. ഈ മകൻ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഭയങ്കര അത്ഭുതമായി. എല്ലാവർക്കും ഒരു അതിശയമായി മാറി. അന്ന് രാത്രി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എന്നും അമ്മ എഴുന്നേൽക്കുമ്പോ ഈ മോനെ എടുത്ത് താഴെ കിടത്തും. എന്നിട്ട് അമ്മ ജോലിയൊക്കെ ചെയ്തിട്ടാണ് ഇവരെ മൂത്തോരെയൊക്കെ സ്കൂളിൽ വിടുന്നത്. അപ്പൊ ഈ അമ്മ ഈ കുഞ്ഞിനെ എടുത്ത് താഴേക്ക് കിടത്തുന്ന സമയം ഈ 2 കാലുകളും നിവർന്നു നിന്നു. അമ്മ അതിശയിച്ചു പോയി. എന്ന് താഴേക്ക് കിടത്തുന്ന അമ്മ ഇന്ന് താഴേക്ക് കിടത്താൻ വന്നപ്പോ 2 കാലുകളും നിവർന്നു നിന്നു. ഭയങ്കര അത്ഭുതമായി. സ്തോത്രം. വചനത്തിൽ പറയുന്നില്ലേ, അന്ന് രാത്രി മുഴുവൻ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ച് ചെങ്കടലിൽ പാത ഒരുക്കിയെന്ന്. ഇതുപോലെ കഴിഞ്ഞ രാത്രി മുഴുവനും ആ ശരീരത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. അസ്ഥിയോട് വന്നു ചേർന്ന് അത് ഞരമ്പും മാംസവും തൊക്കും വെച്ച് പിടിപ്പിച്ച് ഒരു സൈന്യമാക്കി മാറ്റിയതുപോലെ കാലുകൾക്ക് ബലം കൊടുത്തു, കാലുകൾക്ക് ശക്തി കൊടുത്തു. ശക്തിയോടെ എഴുന്നേറ്റ് നിന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. അന്ന് തീരുമാനമെടുത്തു, ഇനി എനിക്ക് ആരോഗ്യം തരുന്നെങ്കിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകും. പിറ്റേ സൺഡേയില് അവര് എന്നും പോകുന്നത് മർത്തോം പള്ളിയിലാ. പക്ഷെ പിറ്റേ ഞായറാഴ്ച ദിവസം അവർ പള്ളിയിലേക്കല്ല പോയെ. ഈ പ്രാർത്ഥിക്കാൻ വന്ന പാസ്റ്ററെ തേടി അന്വേഷിച്ച് ചെന്ന് ആ സഭയിൽ പോയി തുടങ്ങി. അന്ന് മുതൽ തീരുമാനമെടുത്തു കർത്താവിന്റെ നാമത്തിൽ നിൽക്കുവാൻ ആ കുടുംബം. അപ്പം 16-ാമത്തെ വയസ്സിൽ അച്ഛൻ വേലയ്ക്കൊക്കെ ഇറങ്ങി. ദൈവവേലയ്ക്ക് ഇറങ്ങിയത് 16-ാമത്തെ വയസ്സിൽ. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം ഇതാ, കർത്താവ് സൗഖ്യമാക്കിയ പൂർണ്ണമായിട്ടല്ലേ സൗഖ്യമാക്കുന്നത്? ഈ ചരിവ് എന്താ നടക്കുമ്പോ? അപ്പൊ എന്നോട് പറഞ്ഞു, ഇതെനിക്ക് ദൈവം തന്നൊരു അടയാളമാണ്, എനിക്ക് കർത്താവ് തന്നൊരു അടയാളമാണ്. അപ്പൊ സ്തോത്രം. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, ഈ കാല് കണ്ട് നടക്കത്തില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി. സ്തോത്രം. വൈദ്യന്മാർ പറഞ്ഞു, അങ്ങനെയെങ്കിൽ എനിക്ക് കാലുകളെ എന്റെ ദൈവം തന്നെങ്കിൽ ഈ കാലുകൊണ്ട് ഞാൻ ഈ കുന്നും മലയും ചവിട്ടി കയറി കർത്താവിന്റെ വേല ചെയ്യുമെന്ന് ഉറച്ച തീരുമാനം എടുത്തു. ഞാൻ പറഞ്ഞു, ഞാനും റെഡിയാ. സ്തോത്രം. ഞാൻ ദൈവസമയം ഞാനും തീരുമാനം എടുത്തു. അങ്ങനെ
ഹൈറേഞ്ചിന്റെ മണ്ണിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഒത്തിരി ഓടി. അച്ഛന് പോകാൻ പറ്റാത്ത ഇടങ്ങളിലൊക്കെ ഞാൻ കടന്നുപോയി പ്രവർത്തിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂത്ത പൈതല് എന്റെ ഉദരത്തിൽ ജനിച്ചപ്പോൾ ഞാൻ എന്നും കരം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഊനമില്ലാത്ത സന്ധ്യതയാണ്. പക്ഷെ കഴിക്കാൻ വല്ലതുണ്ടോ? ഒന്നുമില്ല. നമുക്കറിയാം പണ്ട് പിതാക്കന്മാരുടെ ഒക്കെ അനുഭവം നോക്കുമ്പോൾ നമുക്കൊന്നുമില്ല. പക്ഷെ എങ്കിലും നമ്മളെ സംബന്ധിച്ച് ഒരു ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഒന്നും കഴിക്കാനില്ല. ഈ അവിടെ ഇടുക്കിയിലൊക്കെ അന്ന്, ഇപ്പൊ ഒത്തിരി പുരോഗമിച്ചു കേട്ടോ. അന്ന് ഈ തെരച്ചുണ്ടല്ലോ, തുണ്ടൻ മീന, തെരച്ചു, അങ്ങനെ എന്തോ ഉണക്കമീൻ. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിന്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെ വരും. പക്ഷെ പാവപ്പെട്ട ഞങ്ങളെ സ്നേഹിക്കുന്ന വിശ്വാസികൾ ഇതുകൊണ്ട് കറി ഉണ്ടാക്കി വെക്കും, ചോറുണ്ടാക്കിയൊക്കെ വെക്കും. പക്ഷെ നമുക്ക് ഇങ്ങനെ വല്ലാണ്ട് വരും. ആ സമയത്തൊക്കെ ചുമ്മാതെ മുളക് വാരി തിന്നും വെള്ളവും കുടിക്കും, അതുപോലെ ഛർദിക്കും. പക്ഷെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, യേശുപ്പാ ഊനമില്ലാത്ത സന്തതിയെ തരണമേ എന്ന്. അങ്ങനെ ഒരു ദിവസം കുത്തുപാറ എന്ന് പറഞ്ഞ സ്ഥലം, വെള്ളത്തൂരിനടുത്ത കുത്തുപാറ, ആ കുത്തനെ കിടക്കുക, ആ സ്ഥലം കുത്തനെ കിടക്കുക. ഞങ്ങൾക്ക് അവിടുന്ന് ഒരു കുടുംബം ഞങ്ങളുടെ ചർച്ചിൽ ആരാധനയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ആ വീട്ടിൽ പോവാ. പക്ഷെ കഴിക്കാനൊന്നും ഇല്ലല്ലോ, പട്ടിണിയാ, ഒന്നും ഇല്ലാത്ത അവസ്ഥയില് ഞാൻ നടന്ന് ഏകദേശം പകുതിയോളം എത്തിപ്പെട്ട് എന്റെ ശരീരം കുഴഞ്ഞു വന്ന് ഞാൻ അവിടുന്ന് വീണ് ഉരുണ്ട് താഴെ വരെ വന്ന് വീണു. അച്ഛന്ന് വെച്ചാൽ കേറിയാൽ അങ്ങ് കേറിയപ്പോ പുറകോട്ട് നോക്കത്തില്ല, നോക്കാൻ പറ്റത്തില്ല. നോക്കിയാൽ പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഒറ്റ ഇതിൽ അങ്ങ് കേറി അങ്ങ് പോകും. പക്ഷെ പുറകോട്ട് നോക്കിയില്ല. ഞാനിങ്ങനെ പതിയെ പയറും വെച്ചോണ്ട് കേറുക. പകുതി എത്തിയപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഉരുണ്ട് താഴെ വന്ന് വീണു. പക്ഷെ എനിക്ക് ഒന്നും സംഭവിച്ചില്ല, ഒന്നും പറ്റിയില്ല. പക്ഷെ ഞാൻ എന്റെ വയറ്റത്തോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, കർത്താവേ, എന്റെ ദൈവം തന്ന കുഞ്ഞാ, ഈ കുഞ്ഞിന് ഒരു കേട് സംഭവിക്കരുത്. യേശുവിന്റെ കരങ്ങൾ കൊണ്ട് ഈ കുഞ്ഞിനെ താങ്ങിയതിനായി സ്തോത്രം. എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അസാധാരണമായ ദൈവശക്തി എന്റെ മേൽ വ്യാപരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. എനിക്കറിയാം എന്റെ കർത്താവിന്റെ താങ്ങുന്ന ഒരു അനുഭവം. ഈ കുത്തുപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ട് അനുഭവം നടന്നിട്ടുണ്ട്. ഒന്ന് ഇങ്ങനെ വീണു, എന്നെ കർത്താവ് താങ്ങി. ആ സ്തോത്രം. അതിനുശേഷം എനിക്ക് തലമുറയൊക്കെ തന്നു. ഒരു കുഴപ്പമില്ല, ഒരു അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിനെ എനിക്ക് തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ കുത്തുപാറ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങ് ശീലമായി ആ സ്ഥലം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാന് അവിടെ ആഴ്ച ഒരിക്കൽ അച്ഛൻ വരാൻ പാടാ. മാസത്തിലൊരിക്കൽ ഞങ്ങൾ രണ്ടുകൂടെ പോകും. ആഴ്ച ഒരിക്കൽ ഞാൻ ഒറ്റയ്ക്ക് പോകും. അതിങ്ങനെ പോയി എന്ന് വെച്ചാൽ രണ്ട് സൈഡും കാപ്പി കൊക്കോ ഇങ്ങനെ കാടാ. അപ്പം നമുക്ക് ആദ്യമൊക്കെ പേടിയായിരുന്നു. പിന്നെ അങ്ങ് ഒറ്റയ്ക്ക് ഇങ്ങനെ പോയി ശീലിച്ചു. നമുക്ക് നമ്മുടെ ദേശം പോലെ നമുക്ക് ഭയങ്കര സന്തോഷം. അവിടെ ചെല്ലുന്ന തന്നെ വിശ്വാസികളെ കാണുന്നതും പ്രാർത്ഥിക്കുന്നതും ഒത്തിരി സന്തോഷം. അങ്ങനെ ഞാൻ അവിടെ ചെല്ലും. ആഴ്ച ഒരിക്കൽ ഞാൻ പോകും. അവിടെ ചെന്നിട്ട് ഈ നമ്മുടെ വിശ്വാസിനെ മോളെ കൂട്ടിക്കൊണ്ട് എല്ലാ വീടുകളിലും ഒക്കെ വിസിറ്റിങ്ങിന് പോകും. ഈ കുന്ന് കയറി അങ്ങ് ചെന്ന നല്ല നിരന്ന സ്ഥലമാണ്. അപ്പൊ ഞാൻ ഈ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് അവിടെ എല്ലാം വിസിറ്റിങ്ങിന് പോകും. എല്ലാ വീടുകളിലും കയറി ഇറങ്ങും. അതൊക്കെ ഒത്തിരി സന്തോഷമാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഈ ഒരു ദിവസം ചെന്നപ്പോ മോള് പറഞ്ഞു, ആന്റി, ഇവിടെ അടുത്തൊരു എന്റെ ഒരു കൂട്ടുകാരി ഉണ്ട്, അതുകൊണ്ട് അവളുടെ വീട്ടിൽ ചെന്നൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഭയങ്കര സന്തോഷമായി എനിക്ക്. അങ്ങനെ പ്രാർത്ഥിക്കാൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട നമുക്ക് സന്തോഷമല്ലേ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ മോള് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെന്ന് ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഇറങ്ങി വരുവാ. അവളുടെ വീട്ടിലേക്ക് പോയി ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി വരുമ്പോ എനിക്ക് 4 യൗവനക്കാർ എന്റെ വട്ടം കൂടി. 4 യൗവനക്കാർ. നോക്കിക്കേ, താഴോട്ട് നോക്കിയ ഇങ്ങനെ കുത്തരേ താഴോട്ട് കിടക്കാം. മേപ്പോട്ട് നോക്കിയ ഉയരത്തിലേക്ക് കിടക്കുക. രണ്ട് സൈഡ് കാപ്പി കൊക്കോ ഇങ്ങനെ കാടാം. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ ചെങ്കടലിന്റെ കര ഇരുന്നോണായി പോയി. മുൻപിൽ ചെങ്കടലിന് പുറകിൽ വേറൊരു സൈഡിൽ ചുറ്റും പ്രതികൂലമാ. പക്ഷെ ആ സമയത്ത് ഉയരത്തിലെ ശക്തി ഇറങ്ങിയേ പറ്റൂ. മോശ പടൽപ്പരപ്പിൽ മുട്ടുമടക്കിട്ട് പറഞ്ഞു, എനിക്ക് മുന്നോട്ട് പോകാൻ വയ്യപ്പാ, എനിക്ക് പറ്റില്ല മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞ് കരഞ്ഞതുപോലെ അവിടെ നിൽക്കുക. 4 യൗവനക്കാരും കൂടി നിൽക്കുമ്പോ എന്നോട് ചോദിച്ചു, എവിടെ പോയാ? അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരുടെ ചോദ്യമൊക്കെ ഉണ്ട്. ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, ഞങ്ങളുടെ ഒരു വീട്ടിൽ പോയതാ ഇവിടെ. അപ്പൊ ഒരു പയ്യൻ ചോദിച്ചു, എന്റെ വീട്ടിൽ ഇന്നലെ കയറി പ്രാർത്ഥിച്ചേ? അപ്പൊ ഞാൻ പറഞ്ഞു, ആ കൊച്ചു വിളിച്ചെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ജസ്റ്റ് അവിടെ നിന്ന് കേറി ഒന്ന് പ്രാർത്ഥിച്ചതാ. ഇവരുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്, എനിക്ക് പറഞ്ഞു നിൽക്കാനൊന്നും അറിയത്തൂല. ഇവരുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായി. ഇവിടെ കൊണ്ട് ഞാൻ മരിക്കണോ? എന്റെ അച്ഛന് കാലമില്ല, ഒന്ന് ഓർക്കണം, എന്റെ കുഞ്ഞുങ്ങളെ ഒന്ന് ഓർക്കണം. ആ ഒരു കരഞ്ഞ നമുക്കിപ്പോ പറഞ്ഞു വിടാൻ എളുപ്പമോ, പക്ഷെ ആ ഒരു സാഹചര്യം, നട്ടുച്ച സമയം, ഒറ്റ മനുഷ്യരവിടെ ഇല്ല, ആരുമില്ല. ഈ 4 യൗവനക്കാർ
നോക്കിക്കേ, അവിടെ നിന്നുകൊണ്ട് എന്തായാലും ഞാൻ എപ്പോഴും പറയും, നമ്മുടെ സ്തോത്രത്തിന്റെ സ്തുതിയുടെയൊക്കെ ശബ്ദത്തിന്റെ വില എന്തെന്ന് പലർക്കും അത് മനസ്സിലാകാതെ പോകുമ്പോ എന്റെ ജീവിതത്തിൽ എന്നെ പിടിച്ചു നിർത്തിയ ഒരു സംഭവം, ഞാൻ അവിടെ നിന്നുകൊണ്ട് എത്രയും ഉച്ചത്തിൽ ഹല്ലേലൂയ പറയാം. കാരണം ഇവരെന്നെ കൊല്ലാൻ പോവല്ലേ, ഞാൻ കർത്താവിന് വേണ്ടി രക്തസാക്ഷി ആകാൻ എനിക്ക് പേടിയില്ല. വിശ്വാസത്തിന് വേണ്ടി തീഷ്ണതയോടെ നിൽക്കുന്ന സമയങ്ങളെന്നൊക്കെ പറഞ്ഞ ആ ഒരു സമയം എന്തായാലും ആമേ, ഈ പിതാക്കന്മാരുടെ അനുഭവങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് അത്യുച്ചത്തിൽ എത്രയും ശബ്ദത്തിൽ ഹല്ലേലൂയ പറയാമോ, അത്രയും ശബ്ദത്തിൽ ഹല്ലേലൂയ പറഞ്ഞു. ഇത് ശബ്ദം കേട്ടിട്ട് തൊട്ടടുത്തൊരു മനുഷ്യൻ ഓടി വന്നു. അതുവരെ അവിടെ ആരും ഇല്ലായിരുന്നു, ഒരു മനുഷ്യര് പോലും അവിടെ ഇല്ല. ഈ മനുഷ്യൻ ഓടി വന്നു. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, എനിക്ക് അറിയില്ല, ഇവരെന്തൊക്കെയോ എന്നോട് ചോദിക്കുക. അന്നേരം ഈ മനുഷ്യൻ പറയാ, ഇത് എന്റെ സഹോദരിയാ. ഈ മനുഷ്യൻ പറയുന്നത് എന്റെ സഹോദരിയാ. ഇവര് 4 പേരും വന്ന വഴിക്ക് അങ്ങ് പോയി. ഇവർ പോയി. പക്ഷേ ഈ മനുഷ്യൻ എന്നെ താഴെ വരെ കൊണ്ടുവിട്ടു. പക്ഷെ വർഷങ്ങൾ 21 കഴിഞ്ഞു, ഇന്നു വരെ ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. ഈ നിമിഷം പല പ്രാവശ്യം ഞാൻ അതിലേക്കൂടെ പോയപ്പോഴൊക്കെ ഞാൻ നോക്കി. ഞാൻ അച്ഛനോട് പോകുന്ന സമയത്ത് അവിടെ നിന്ന് എന്തെങ്കിലും ഇനി കാപ്പി കൊക്ക വെക്കില്ല, അതൊക്കെ പറിക്കുവാണോ നോക്കി, കണ്ടില്ല. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എനിക്ക് വേണ്ടി അവിടെ ദൂതനെ ഇറക്കിയതാണ്. നമുക്ക് വേണ്ടി ദൂതനെ ഇറക്കും. നമുക്ക് വേണ്ടി കർത്താവ് ദൂതനെ അയക്കും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കാം. ഹല്ലേലൂയ. ഇതൊക്കെ എന്റെ ജീവിത അനുഭവത്തോടനുബന്ധിച്ച് ഞാൻ പറയാ, സ്തോത്രം, എനിക്ക് വേണ്ടി ദൂതനെ ഇറക്കി. ഇന്ന് ആമേൻ, സ്തോത്രം, പല കുഞ്ഞുങ്ങൾക്ക് ഇന്നത്തെ തലമുറകൾക്ക് ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ചുമ്മാ തോന്നലാണ്. ഒരിക്കലും അല്ല മക്കളെ, ഒരിക്കലും അല്ല. കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരും. സ്തോത്രം, ഹല്ലേലൂയ. പിന്നത്തേതിൽ ആ കുടുംബങ്ങളൊക്കെ രക്ഷയിൽ വരാൻ ഇടയായി തീർന്നു. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഹൈറേഞ്ചിൽ പല ഭാഗങ്ങളിൽ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലായിരുന്നു. അടിമാലി, വെള്ളത്തൂവൽ, ചെറുതോണി, ചെല്ലിയാമ്പാറ. ചെറുതോണിയിൽ ഇരിക്കുന്ന സമയത്താണ് അച്ഛൻ ഒത്തിരി കുന്നും മലയൊന്നും കയറാൻ പറ്റാത്ത അവസ്ഥ വന്നത്. ചെറുതോണിയിൽ ഇരിക്കുമ്പോ ഞങ്ങൾക്ക് ഒരു കുടുംബമേ ഉള്ളൂ. ഒരു തങ്കപ്പൻ മേശ്ശേരി എന്ന് പറഞ്ഞ ആ ഒരു സാറ, അവിടെ നല്ലൊരു ഉദ്യോഗസ്ഥന. അപ്പം ഈ സാറും കുടുംബവും മാത്രമേ ഉള്ളൂ ചെറുതോണിയില്. 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പം ഈ സമയം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാ. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു കുടുംബം തരുന്ന ആഹാരം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അവര് തങ്കപ്പൻ മേശ്ശേരി എന്ന് പറഞ്ഞാൽ ഹിന്ദു മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിലോട്ട് വന്ന ഒരു അനുഭവമായതുകൊണ്ട് അവർക്ക് ഒത്തിരി അറിയത്തില്ല എന്ത് കൊടുക്കണം. അവര് കപ്പ ഇളക്കിയാലും അവിടെയൊക്കെ ഇടുക്കിയിൽ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അവിടെ ഇഡ്ഡലി ദോശ ഒന്നുമല്ല. രാവിലെ കപ്പ ഇളക്കും, കപ്പപ്പുഴുക്ക് എന്ന് പറയും, ചക്കപ്പുഴുക്ക്, കപ്പപ്പുഴുക്ക്, ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണക്കമീൻ കറിയും ഇത് ഞങ്ങൾ കൊണ്ടുതരും. ഞങ്ങളത് ഇച്ചിരി എടുത്ത് കഴിച്ചും രാത്രി വരെയൊക്കെ അങ്ങനെ പോയ സമയങ്ങളൊക്കെ ഉണ്ട്. ഇല്ലാത്ത സമയമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയം അച്ഛന് സ്തോത്രം നോർത്ത് ഇന്ത്യയിൽ പോയ സമയം ഞാൻ ഈ 2 പിഞ്ചു കുഞ്ഞുങ്ങളും ഒറ്റയ്ക്ക് ഒരു ഷെഡ് പോലെ ഉണ്ടാക്കിയിട്ടേക്കുന്നത്, ഷെഡാ. അപ്പം സാറ് ഞങ്ങൾക്ക് വെച്ച് തന്നൊരു ചെറിയ വീട് പോലെ, ഞങ്ങൾ അതിലെ താമസിക്കുന്നത്. ഈ 2 പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ട് സാറിന് അവര് താമസിക്കുന്ന ഈ ഞങ്ങൾ പാർക്കുന്നതിന് ഒത്തിരി അങ്ങ് ദൂരം. അപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് റോഡ് സൈഡിലാണ് ഞങ്ങള് സാറിന്റെ വസ്തുവിനകത്ത് ഞങ്ങൾ വെച്ച് തന്നേക്കോ. ഈ സമയം ഇത് റോഡിന്റെ മേളിലാ. റോഡിന്റെ തൊട്ട് താഴെ ഒരു മുസ്ലിം കുടുംബമുണ്ട്, ഒരു മുസ്ലിമാ. അവരുടെ ജോലി എന്ന് വെച്ചാൽ അവർക്ക് ബിസിനസ്സാ. കപ്പ വറുത്തത്, കാ വറുത്തത്, ഈ മിക്സർ, ഇങ്ങനെ ബിസിനസ്, ഇതെല്ലാം വറുത്ത് പാക്ക് ചെയ്ത് അയക്കുന്ന ജോലിയാ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും, ചുമ്മാ ഒരു കൂട്ടിന് വേണ്ടി. എനിക്ക് ആ ഒരു വീടേ ഉള്ളു അവിടെ പോയിരുന്ന് സംസാരിക്കുമ്പോ ഞാൻ ഒരു ദിവസം നോക്കുമ്പോ വീട്ടിലൊന്നുമില്ല, കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും കൊടുക്കാനൊന്നുമില്ല. ആ സമയത്ത് ഞാൻ നോക്കുമ്പോ കാണാം ഈ കാ എടുത്തിട്ട് വറക്കാനായിട്ട് കാ എടുത്തിട്ട് അതിന്റെ ഇതെടുത്ത് കളയുമല്ലോ. കളയുമ്പോ അതിന്റെ മണ്ടക്കിരിക്കുന്ന തൊലിയല്ല, ഈ എന്താ പറയുന്നത്, കൊലയുടെ മണ്ടക്കിരിക്കുന്ന ചെറിയ കാ ഉണ്ടല്ലോ, അത് വറക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഇങ്ങോട്ട് കളയുമ്പോ
ഞാൻ നോക്കുമ്പോ കാണാൻ ഇതിങ്ങനെ പഴുത്ത് 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 ഇങ്ങനെ അയ്യത്ത് കിടക്കുന്നതാണ്. എനിക്കിതൊന്നും പറയാനായിട്ടൊരു ഒട്ടും ലജ്ജയില്ല. ഞാൻ നോക്കുമ്പോ കാണാൻ ഇങ്ങനെ പഴുത്ത് ഇങ്ങനെ കിടക്കുന്നു. ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, അതൊക്കെ ഇപ്പൊ ഈ കൊച്ചുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇത്രയും പഴുത്ത കൊച്ചു കായ ഇഷ്ടമാ, ഇത് ഞാൻ എടുത്തോട്ടെ? അയ്യോ ഇത് കൊണ്ടുപോയിക്കോ, അത് കൊള്ളാമോ, കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. നമ്മളവിടെ പട്ടിണിയല്ലേ, നമുക്ക് കൊണ്ടുപോയിരിക്കാൻ പറ്റൂ. ഞാൻ ഇങ്ങനെ എടുക്കും. അപ്പൊ ഞാൻ പറയും ഇത് കളയല്ലേ, ഇതെനിക്ക് വെച്ചേക്കണോന്ന് പറയും. അപ്പം അവര് കുറച്ച് കാര്യം കൂടെ ഒക്കെ ഇട്ട് അങ്ങനെ വെക്കും. ഞാൻ ഇതെടുത്തോണ്ട് വന്ന് ഇഡ്ഡലി കൂട്ടത്തിനകത്ത് നന്നായിട്ട് അങ്ങ് ആവി കയറ്റും. അവരയ്യത്തൊക്കെ കിടന്നതല്ലേ, നന്നായിട്ട് ആവി കയറ്റിട്ട് നന്നായിട്ട് ഉണച്ച് ഞാൻ 2 ആൺകുഞ്ഞുങ്ങൾക്കും വയറ് നിറച്ച് കൊടുക്കും. അതൊക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയാണ്, അന്ന് അനുഭവിച്ചത്. അന്നൊക്കെ സ്വത്രം. പക്ഷെ അവര് പിന്നൊരു ദിവസം വന്ന് വീട്ടിൽ വന്ന് കണ്ടപ്പോ അച്ഛന് നോക്കുന്നതിന് വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായി പോയ സമയം അവരൊന്ന് നോക്കുമ്പം അവര് കിച്ചണിലോട്ട് നോക്കിയപ്പോ ഒന്നുമില്ല, ഈ കാ മാത്രം ഇഡ്ഡലിക്കൂടത്തിൽ ഇരിക്കുക. ദൈവം അവരെ അയച്ചു കൊണ്ടുവന്നെയാ. അപ്പൊ ഇഡ്ഡലിക്കൂടത്തിൽ ഇരിക്കുക ഈ കാ. അപ്പൊ എന്നോട് ചോദിച്ചു വേറെ ഒന്നും വെച്ചില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല, ഇതാ ഇവർക്ക് ഇഷ്ടം. പക്ഷെ അവർക്ക് മനസ്സിലായി. അവര് പോയി, അവര് പലചരക്കടയിൽ പോയി സകല സാധനങ്ങളും വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് തന്നു. ഇതൊക്കെ ഞാൻ പറയുന്ന വെച്ചാ അന്ന് നമ്മൾക്ക് വേണ്ടി ചെയ്തവരെ നമ്മൾ മറന്നു കളഞ്ഞുകൂടാ. അങ്ങനെ നമ്മളെ സഹായിച്ചതാ. അങ്ങനെ ഇരിക്കുമ്പോ ചെറുതോണ്ടിരിക്കുമ്പോ പിന്നെ അച്ഛൻ ഇങ്ങനെ കുന്ന് കയറാൻ വയ്യ, ഒത്തിരി ചവിട്ടി കയറാൻ വയ്യ, അസ്ഥികൾക്കെല്ലാം തേയ്മാനമായി. ഈ ഏണ് ഇങ്ങനെ ചരിഞ്ഞു നടക്കുമ്പോ ഏണിന് ഭയങ്കര വേദന, കുറച്ച് നടക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ആ സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ നാട്ടിൽ കടന്നു വന്നു. പുതിയ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു. പുതിയ വർക്കുകളിലേക്ക് കയറി. സ്തോത്രം. ഒത്തിരി അനുഭവങ്ങളാണ്, ഒന്നും പറയുന്നില്ല. എങ്കിലും അങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങൾ 2 പേരുടെ വീട് കൊട്ടാരക്കരയ്ക്ക് അടുത്ത കുണ്ട്ര എന്ന് പറഞ്ഞ സ്ഥലം. കുണ്ട്ര ആന്റിക്ക് അറിയാലോ. അപ്പൊ ഈ കുണ്ട്രയിൽ ഞങ്ങൾ ഒരു പുതിയ പ്രവർത്തനം ആരംഭിച്ചു. ആരംഭിച്ച സമയത്ത് ഈ സമയത്ത് ഹൈറേഞ്ചിൽ പിന്നെ ഉണക്കമീനായാലും കപ്പപ്പുഴുക്കായാലും ചക്കപ്പുഴുക്കായാലും കൊണ്ടുതരും. നാട്ടിലോട്ട് വന്ന് നമ്മുടെ നല്ല സമ്പന്നരുടെ ഇടയിലാ പാർക്കുന്നത്. പക്ഷെ ഒന്നുമില്ല, പട്ടിണിന്ന് വെച്ച ഭയങ്കര പട്ടിണി. പക്ഷെ ഞങ്ങൾ താമസിക്കും തൊട്ടടുത്ത് ഒരു അംഗൻവാടിയിൽ ടീച്ചർ ഉണ്ടായിരുന്നു. ഞാൻ ഈ അനുഭവങ്ങളൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അംഗൻവാടി ടീച്ചർ ഉണ്ടായിരുന്നു. ഈ ടീച്ചർ എപ്പോഴും പോയിട്ട് വരുമ്പോ ഞങ്ങൾക്ക് ഒരു അമൃതയുടെ പൊടി തരും. അത് ടീച്ചറിന് കിട്ടുന്നു, ഞങ്ങൾക്ക് 2 ആൺപിള്ളേരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. അപ്പൊ ഈ 2 അമൃതയുടെ പൊടി തരും. അപ്പൊ ഞങ്ങൾ എന്നിട്ട് കുറുക്കുണ്ടാക്കി കൊടുക്കും, പുട്ടുണ്ടാക്കി കൊടുക്കും. അവര് മടുത്തു. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ഒരു ശനിയാഴ്ച ദിവസമാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ പറഞ്ഞു, മമ്മി ഞങ്ങൾക്ക് പട്ടിണി അടക്കാൻ പറ്റത്തില്ല, മമ്മി പപ്പ എവിടെയെങ്കിലും ജോലിക്ക് പോകണം, ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് ഈ അമൃതയുടെ പൊടി, ഞങ്ങൾക്ക് ഈ പൊടി വേണ്ട, അതിനൊരു ചെറിയ കമർപ്പുണ്ട്, അപ്പം ഞങ്ങൾക്കത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ കുഞ്ഞുങ്ങളുമായിട്ട് ദിവസം ഇരുന്നു. ശനിയാഴ്ച ദിവസം അച്ഛൻ വിസിറ്റിങ്ങിന് പോയിട്ട് തിരിച്ചു വരുമ്പോ എന്റെ ചിന്ത, അച്ഛൻ വരുമ്പോ എന്തെങ്കിലും കൈ കാണും, ഒരു ബിസ്ക്കറ്റ് എങ്കിലും കാണും. ബിസ്ക്കറ്റ് കഴിക്കേണ്ട പ്രായമല്ല, വലിയ പിള്ളേരാ, പക്ഷെ ബിസ്ക്കറ്റ് എങ്കിലും കാണുമെന്ന് ആഗ്രഹിച്ചു. ഉച്ചയ്ക്ക് 1:30 ആയപ്പോ വന്നു, കയ്യിലൊന്നുമില്ല, ചങ്ക് പൊട്ടിപ്പോയി, ഹൃദയം തകർന്നുപോയി. ഈ സമയത്ത് അച്ഛൻ കയറി വന്ന് ഞങ്ങൾ ഇരുന്നു, പ്രാർത്ഥിക്കാനിരുന്നു. ഞാനിരിക്കുന്ന ഇരിപ്പിടത്ത് തന്നെ ഇരുന്നു, അച്ഛൻ അവിടെ ഇരുന്നു. എന്നിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, യേശുപ്പാ, നീതിമാൻ ഒരു പക്ഷെ കൈ നീട്ടേണ്ടി വന്നാലും നീതിമാന്റെ സമൃദ്ധി അപ്പൊ ഒരുക്കുന്നത് കണ്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ കർത്താവ് ഈ തലമുറകൾക്ക് കൊടുക്കാൻ ഒന്നുമില്ല. തകർന്ന ഹൃദയം, വേദനപ്പെട്ടു. ആ സമയത്ത് ഞാൻ ഉരുവിട്ട വചനം, ഞാനത് എവിടെ ഈ ഒരു വചനമാണ് എന്നെ ഇന്നും പിടിച്ചു നിർത്തുന്നത്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, യെശയ്യാവിന്റെ പുസ്തകം 64-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളാണ്. വചനത്തിന്റെ അത്രത്തോളം ആഴങ്ങളും അർത്ഥങ്ങളും അന്ന് അറിയത്തില്ലെങ്കിലും വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിച്ചു, യേശുവാ, അയ്യോ യഹോവേ, ജാതികൾ തിരുമുൻപിൽ വിറയ്ക്കത്തക്കവണ്ണം തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുൻപിൽ ഉരുകി പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാനൊരു ഇടുന്ന വചനം എങ്ങനാ, കർത്താവേ, നീ ആകാശം കീറി മുറിച്ചൊന്ന് ഇറങ്ങി വരണമേ.
ഒരു ഭക്തൻ കരഞ്ഞാൽ കർത്താവ് ഇറങ്ങി വരുമോ? ഒരു ഭക്ത കരഞ്ഞാൽ കർത്താവ് ഇറങ്ങി വരുമോ? വരും. കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരും. നമ്മൾ ദൈവസഭി കരഞ്ഞാൽ ഇറങ്ങി വരും. ഒരു റൂമിനകത്ത് 2 പിഞ്ചു കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ കുടുംബമായി കരം കോർത്ത് പ്രാർത്ഥിച്ചുരുവിട്ട ഭാഗമാ. നീ ഇന്ന് ഇറങ്ങി വാപ്പാ. നീ ആകാശം കീറി മുറിച്ചൊന്ന് ഇറങ്ങി വരണമേ. നീ ഇറങ്ങി വാ. സ്തോത്രം. ഞങ്ങൾ ഇങ്ങനെ ആഴമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ വാതിൽക്കൽ വന്ന് മുട്ടുന്ന ശബ്ദം കേട്ട് ഞങ്ങൾ ചെന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോൾ ഞങ്ങൾ പാർക്കുന്ന വീടിന്റെ തൊട്ട് ഓപ്പോസിറ്റ് വീട്ടിൽ ആന്റി ഞങ്ങളോട് പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞു. ആന്റിയുടെ ഭർത്താവും മക്കളൊക്കെ സൗദിയിൽ, ആന്റി ഒറ്റയ്ക്കാ താമസിക്കും. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടുന്ന ആഹാര സാധനം എല്ലാം ഓർഡർ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. ആഹാരം എല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് അവർ പോയി കഴിഞ്ഞപ്പം വരുമെന്ന് പറഞ്ഞ് ഗസ്റ്റ് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്കൊന്ന് വരാൻ പറ്റത്തില്ല. ഈ ആഹാരം ഒന്നും ഞാൻ കഴിക്കത്തില്ല, ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, കൊണ്ടുവന്നോ ആന്റി, കൊണ്ടുവന്നോ. സ്തോത്രം. കുഞ്ഞുങ്ങളും പോയി ആഹാര സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുവന്നു. ഞങ്ങൾ അന്ന് വരെ കഴിച്ചിട്ടില്ലാത്ത വിഭവസമൃദ്ധമായ ആഹാരം, ഞങ്ങൾ അതുവരെയും കഴിച്ചിട്ടില്ലാത്ത ആഹാരം. സ്തോത്രം. ആന്റി പോയി. ഞങ്ങൾ വാതിൽ കുറ്റിയിട്ടിട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇതാ ഗസ്റ്റിന് വേണ്ടി ഓർഡർ ചെയ്തതല്ല, തന്റെ ഭക്തന്മാർക്ക് വേണ്ടി കർത്താവ് കരുതിയത്. നമുക്ക് വേണ്ടി കരുതും. ഞാന് ഒരു ചോദ്യം അതിനോട് ചോദിച്ചായിരുന്നു, ആന്റി എന്നാ ഈ ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞ്. അവൻ പറഞ്ഞു, 3 ദിവസത്തിന് മുമ്പ് അവർ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ എല്ലാവരോട് വരുമെന്ന് പറഞ്ഞതാ. അപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞങ്ങൾ 4ാമത്തെ ദിവസമാ, ഒന്നുമില്ലാത്ത 4ാമത്തെ ദിവസം ഈ അമൃതയുടെ പൊടിയിട്ട് കുറുക്കി കുഞ്ഞുങ്ങൾ കുടിക്കാൻ കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പം ഞാന് എപ്പോഴും പറയുന്നു, നമുക്ക് വേണ്ടി കരുതുന്ന ശമൂവേൽ പ്രവാചകൻ ആ വെപ്പുകാരോട് പറഞ്ഞില്ലേ, ശൗലിനെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് പറഞ്ഞില്ലേ, നീയാ. അപ്പൊ ഈ ശൗല് വരുമെന്ന് മുന്നമേ കർത്താവ് അറിയിച്ചു, ശമൂവേലിനെ അറിയിച്ചു. ശമൂവേല് വെപ്പുകാരോട് പറഞ്ഞു അവർക്ക് വേണ്ടുന്ന ശൗലിന് വേണ്ടുന്ന ശ്രേഷ്ഠകരമായ ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തതുപോലെ മുന്നമേ ദൈവം അറിയിച്ചതാ നമുക്ക് വേണ്ടി ആഹാരം. 3 ദിവസത്തിന് മുമ്പ് ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞ് ഗസ്റ്റിന് വേണ്ടുന്ന നല്ല ആഹാരം. ഇപ്പൊ നമുക്ക് പട്ടിണിയാന്ന് പറഞ്ഞുകൊണ്ട് അവര് കൊടുത്ത് നമുക്ക് ചിലപ്പോൾ ഇച്ചിരി അരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും. ഇത് ഞങ്ങൾ കഴിച്ചിട്ടില്ലാത്ത വിഭവസമൃദ്ധമായ ആഹാരം. ഒരു ഭക്തനെ ദൈവം പോറ്റുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെയാ. ആരെയും ഇന്ന് വരെ പിന്നെ പട്ടിണി കിടക്കാൻ ദൈവം അങ്ങനെ അനുവദിപ്പിച്ചിട്ടില്ല. ആമേൻ. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഭാഗത്തൂടൊക്കെ പോയി, ആ വീടെല്ലാം പൂട്ടിയിട്ടിരിക്കുക. അവരുടെ മക്കളൊക്കെ ആന്റി അങ്ങ് കൊണ്ടുപോയെന്ന് ഞാൻ കേട്ടത്. കാരണം അതൊക്കെ ആ നല്ല ഓർമ്മകൾ പുതുക്കാൻ കുണ്ട്രയിലെ പള്ളിമുക്കിന്റെ അതിലേക്ക് ആ ഇടവഴിയിലൂടെ ഞങ്ങൾ പോയായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം സ്തോത്ര, അവരൊക്കെ ഒത്തിരി വയസ്സായി, വർഷങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി കരുതും. ചിലര് പറയാറുണ്ട്, എന്റെ കുഞ്ഞിന് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്റെ കുടുംബത്തെ ഓർക്കുന്നില്ല കർത്താവെ, നീ കരുതുന്നില്ല കർത്താവെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒറ്റ കാര്യം പറയാനുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ചിന്തയോ നമ്മുടെ വിചാരങ്ങൾക്ക് അപ്പുറമായി കർത്താവ് കരുതിയത് ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാ. ഒരു ഇസ്രായേലിനെ ജനിക്കുന്നതിന് മുൻപ് ഒരു ആട്ടിൻകുട്ടിയെ കർത്താവ് കരുതി. ഒരു ആട്ടിൻകുട്ടിയെ കരുതി വെച്ചിട്ടാ കർത്താവ് അബ്രഹാമിനെ ഒന്ന് പരീക്ഷിച്ചത്. അതുകൊണ്ടല്ലേ ഇസഹാക്കിനെ ആ കത്തിയെടുത്ത് യാഗം കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് ദൈവശബ്ദം കേട്ട അബ്രഹാം നോക്കുമ്പോൾ കണ്ട കാഴ്ച ഒരു ആട്ടുകൊറ്റന്റെ കൊമ്പ് കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്നത് കണ്ടേ. അപ്പൊ ഇസഹാക്ക് വളരുന്നതോടൊപ്പം ഈ ആട്ടിൻകുട്ടി വളർന്ന് ആട്ടിൻകുട്ടിയുടെ കൊമ്പ് വളർന്നു, അത് ആട്ടുകൊറ്റനായി. ഈ ഒരു ഇസഹാക്കിന് വേണ്ടി കരുതിയതുപോലെ നമുക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി സ്വർഗം കരുതി വെച്ചിരിക്കുക. പക്ഷെ അതിന്റെ മുന്നിൽ ഒത്തിരി കരയണം, ഒത്തിരി പ്രാർത്ഥിക്കണം. ശ്രേഷ്ഠമായത് കർത്താവ് തരും. സമയങ്ങൾ മുന്നോട്ട് പോകുക. അങ്ങനെ ഞങ്ങള് അവിടെ നിന്ന് ഞങ്ങൾ വരുന്നത് പെരുങ്കുളം എന്ന് പറഞ്ഞ സ്ഥലം. പെരുങ്കുളം എന്ന് പറയുന്നത് പുത്തൂർ കഴിഞ്ഞ ഭാഗം, അല്ലെ പുത്തൂര് പൂവത്തൂരിന് ഇടയ്ക്കൊരു സ്ഥലമുണ്ട് പെരുങ്കുളം. ഞങ്ങൾ അവിടെ നിന്ന് സഭാ ചാർജ് ഞങ്ങൾക്ക് കിട്ടിയത് പെരുങ്കുളത്തേക്കാണ്. ഞങ്ങൾക്ക് പെരുങ്കുളത്ത് താമസിക്കുന്ന സമയം
അവിടെ ഒത്തിരി അനുഭവങ്ങളുണ്ട് ശരിക്കും. അങ്ങനെ പെരുങ്കുളം താമസിക്കുക. പെരുങ്കുളം താമസിക്കുക എന്ന് വെച്ചാല് ഞങ്ങൾ താമസിക്കുന്ന ആ വീട്ടിലെ അച്ഛനും ആന്റിയും അവര് അവരുടെ കുടുംബ വീട്ടിൽ വേറെ എവിടെ താമസിക്കുക. ഈ ഞങ്ങൾ താമസിക്കുന്ന വീടെന്ന് വെച്ചാൽ ഒത്തിരി പഴകിയ വീട്, വർഷങ്ങളായ വീടാണ്. ഒത്തിരി എന്ന് വെച്ചാൽ അതിന്റെ ഓടൊക്കെ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞ് വീഴാറുണ്ട്. ഈ വീടിന്റെ തൊട്ട് മേളിൽ താമസിക്കുന്നത് ഈ കുടുംബ വീടിന്റെ അച്ഛന്റെ ചേട്ടനാണ്. അപ്പൊ ചേട്ടനും കുടുംബം താമസിക്കുമ്പോ ഇന്ന് ആ കുടുംബത്തിലെ ഒരു മകനാ സാവുപാസ് എന്ന് പറയും. ഇപ്പൊ ഒരു യൂസ് അല്ല സാവുപാസ്റ്റൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോ ഓടൊക്കെ വന്ന് കുഞ്ഞുങ്ങളുടെ തലയിൽ കൂടെ വീഴുന്നത് എന്ന് വെച്ചാൽ അതിന്റെ ഓരോ പട്ടിയിലും ഇളകി ഇങ്ങനെ വീണോണ്ടിരിക്കുക. പാസ്റ്റൊക്കെ ഓടി വന്ന് നോക്കുമ്പോഴേ കുഞ്ഞുങ്ങൾക്ക് ഒന്നും പറ്റാതെ, ഒരു പോറല് പോലും പറ്റാതെ സംരക്ഷിച്ച സ്ഥലമുണ്ട്. അപ്പൊ തന്നെയല്ല, നമുക്ക് അടുക്കളയിലൊക്കെ കയറാൻ പറ്റത്തില്ല. ഇങ്ങനെ പാമ്പുകൾ ഒന്നിലധികം രണ്ടിലധികം പാമ്പുകൾ ഇങ്ങനെ ചുറ്റി അതിനിങ്ങനെ കിടക്കും. നമുക്കൊന്നും ചെയ്യാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ അതുപോലെ പഴകിയ വീടാ. ഈ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ആ വീട്ടിലെ അച്ഛനും ആ ആന്റി ഇവർ തമ്മിലെന്തോ പ്രശ്നം ഉണ്ടായിട്ട്, കുടുംബത്തിലെന്തോ ചെറിയ നിസ്സാര വിഷയം ഉണ്ടായിട്ട്, ഈ അച്ഛനും ഓടി വീട്ടിൽ വന്നു രാവിലെ എന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ നിങ്ങൾ എത്ര പെട്ടെന്ന് ഇറങ്ങണം, ഇതെന്റെ വീടാ നിങ്ങൾ ഇറങ്ങണം. അപ്പൊ ഞങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്തു? അങ്ങനെ പറഞ്ഞു, ഇതിപ്പം എന്റെ ഭാര്യ പറയുന്ന അവരുടെ വീടാ, അതുകൊണ്ട് പറ്റത്തില്ല, നിങ്ങൾ ഇറങ്ങണം. ഞങ്ങള് പറഞ്ഞു ഞങ്ങൾക്കൊരു വീട് കിട്ടാൻ ഞങ്ങൾ എങ്ങോട്ട് പോകാന്ന് വെച്ചാൽ അത് പറ്റത്തില്ല, എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അറിയണ്ട, ഞാൻ ഇന്ന് രാത്രി തൊട്ട് ഇവിടെ താമസിക്കുന്നത്. ഇതങ്ങോട്ട് കേട്ടു. ഞങ്ങൾക്ക് ഒത്തിരി സാധനങ്ങളൊന്നുമില്ല, പക്ഷെ കുറച്ച് സാധനമേ ഉള്ളൂ. ആ സാധനങ്ങളൊക്കെ ചാക്കിനകത്ത് വാരിക്കെട്ടാം, കുറച്ച് തുണിയും കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു? ഉച്ച കഴിഞ്ഞപ്പോ സാധനങ്ങളെല്ലാം ചാക്കിനകത്ത് വാരി കെട്ടി. അച്ഛൻ അവിടെ തന്നെ നിൽക്കുവാ, പോകത്തില്ല. അപ്പൊ ഞങ്ങളിതെല്ലാം വാരി കെട്ടി. അവിടെ പാപ്പച്ചാൻ പറയും, പാപ്പച്ചാൻ അവിടെ പിന്നെ ഷാരോൺ സഭയിലാണ് പോകുന്നത്. ഇന്നും പാപ്പച്ചാനും അമ്മാമ്മയുണ്ട്, ഞങ്ങൾ കാണാറുണ്ട്. ഈ പാപ്പച്ചാന്റെ കളിയിലുണ്ട്, പശുവിനെ കെട്ടുന്ന ഒരു കളിയില് ഈ സാധനങ്ങളെല്ലാം വാരി ഈ കളിയിൽ കൊണ്ടിട്ടു. ഈ അച്ഛന്റെ പശുവിനെ കെട്ടുന്ന തൊഴുത്തിന്റെ ആ ഭാഗത്ത് ചാക്കും സാധനങ്ങളെല്ലാം ഇട്ട് 2 ജോഡി ഡ്രസ്സ് എടുത്ത് ബാഗി വെച്ച് ഞാനും അച്ഛനും പിള്ളേരും വീടിറങ്ങി സാധനം കൊണ്ടിട്ട് റോഡിന് നടക്കുന്നു. ദൈവത്തോട് ചോദിച്ചു, ഞങ്ങൾ അങ്ങോട്ട് പോകാനുണ്ടാവില്ല, വീടില്ല, അച്ഛന് കാല് വയ്യ, 2 കുഞ്ഞുങ്ങള്, നമുക്ക് പോകാനിടയില്ല കർത്താവേ. ഒത്തിരി അലഞ്ഞു, ഒത്തിരി തകർന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി. കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങളുടെ വീട്ടിങ്ങനെ ഞങ്ങൾ പാർത്ത വീട്ടിലെ ഓരോ ആന്റിയൊക്കെ കാണാനിടയായിത്തീർന്നു. അതുകൊണ്ട് അവർക്കൊക്കെ അറിയാം, ഞങ്ങളുടെ അനുഭവങ്ങൾ എല്ലാവർക്കും അറിയാം. അങ്ങനെ ചുമ്മാ നടക്കുക. അതിനകത്ത് കുറച്ച് ട്രാക്ടർ ഉണ്ട്, ഈ ട്രാക്ടർ കൊടുക്കും. എന്നിട്ട് സന്ധ്യയാകുമ്പോ ഏതെങ്കിലും സ്വന്തക്കാരുടെ വീട്ടിൽ പോകും, അവിടെ അന്ന് രാത്രി ഉറങ്ങും. എല്ലാരും ചോദിക്കും, നിങ്ങൾ വരാറില്ലല്ലോ, പതിവില്ലല്ലോ, എന്താ പറ്റി, ചുമ്മാ വന്നയാ എന്ന് പറയും. എന്റെ വീട്ടിലോ എന്റെ അച്ഛന്റെ വീട്ടിലോ അറിയത്തില്ല ഞങ്ങൾക്ക് വീടില്ലെന്നാണ്, അവർക്ക് ആർക്കും അറിയത്തില്ല. അങ്ങനെ ചില ദിവസങ്ങളോളം വീടില്ലാതെ ഞങ്ങൾ അലഞ്ഞ സമയം. കഴിക്കാൻ വല്ലുണ്ടോ ഞാൻ ചിന്തിക്കുക, ഒരു നല്ല വസ്ത്രത്തിന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരു നല്ല ആഹാരത്തിന് കൊതിച്ചിട്ടുണ്ട്, ഒരു നല്ലൊരു വീട്ടിൽ പാർക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ആരും അടിച്ചിറക്കാത്ത ഒരു ചെറിയ വീട്. അങ്ങനെ ഞങ്ങൾ അലഞ്ഞ സമയങ്ങൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛന്റെ കാലിന് വേദനയുണ്ടോ? കാല് വയ്യാലോ, ഒരു സൈക്കിൾ പോലും ഇല്ല. ഇങ്ങനെ നടന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന് സന്ധ്യയാകുമ്പോ ഏതെങ്കിലും വീട്ടിൽ കയറും, അവിടെ കിടന്നുറങ്ങും, അടുത്ത ദിവസം എഴുന്നേക്കും, ഇങ്ങനെ പോകും. ഇട്ട ഡ്രസ്സ് ഒന്ന് കഴുകി അവിടെ ഇടും, അടുത്ത ഡ്രസ്സ് എടുത്തിടും. ഇങ്ങനെ ദിവസങ്ങളോളം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് സ്തോത്രം, ഞങ്ങളുടെ സെൻട്രൽ പോസ്റ്റ് പറഞ്ഞു, നിങ്ങൾക്കൊരു വീടുണ്ട് കുന്നക്കര. നമുക്ക് കുന്നക്കര എന്ന് പറയുന്നത് കൊട്ടാരക്കരയ്ക്ക് അടുത്ത്, പുലമണ്ണടുത്ത് കുന്നക്കര. ഇവിടെ ഒരു വീടുണ്ട്. അപ്പൊ സെൻട്രൽ പാസ് പറഞ്ഞു, നിങ്ങൾ ആ വീട്ടിൽ ചെന്നാൽ മതി. ഞങ്ങൾക്ക് ആ വീട്ടുകാരെ അറിയത്തില്ല. ഞങ്ങൾ എന്ത് ചെയ്തു? ഈ സാധനങ്ങളെല്ലാം വാരിക്കെട്ടി ഞങ്ങൾ എന്ത് ചെയ്തു? വണ്ടിയൊക്കെ വിളിച്ച് എന്റെ അപ്പയും അച്ഛനും അപ്പച്ചനൊക്കെ വന്നു. ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ ആ പുതിയ വീട്ടിലേക്ക് വരുക. ഞങ്ങൾ വന്നു. ഞങ്ങള് സാധനം റോഡിലിട്ട സാധനം റോഡിന് കുറച്ച് നടക്കണം വീട്ടിലോട്ട് വന്നെങ്കിൽ. റോഡിൽ സാധനങ്ങളെല്ലാം കൊണ്ടിട്ടിട്ട് വണ്ടിക്കാരൻ പോയി. ഞങ്ങൾ ഈ സാധനം എല്ലാം ചുമന്ന് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവരുമ്പോ വേണം വീട് പൂട്ടിയിട്ടിരിക്കുക. ആ വീട്ടിൽ ആരുമില്ല, പൂട്ടിയിട്ടേക്കുന്നു. അപ്പൊ ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിൽ ചോദിച്ചു, വീട്ടിൽ ആരുമില്ലേ? അപ്പൊ അവര് പറഞ്ഞു, ഈ വീട് കൊടുക്കുന്നില്ലെന്നാണല്ലോ പറഞ്ഞേ, വീട് കൊടുക്കുന്നില്ല വാടകയ്ക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം സാധനം ആരെങ്കിലും ഇങ്ങോട്ട് വന്നേലും എങ്ങോട്ട് പോകും? അത് കളിയിലെങ്കിലും ആരിയിടായിരുന്നു.
അവിടെ നിന്നു. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ സെൻട്രൽ പാസ്റ്ററെ വിളിച്ചു. പാസ്റ്ററെ വിളിച്ചപ്പോ പാസ്റ്റർ പറഞ്ഞു, അയ്യോ ഞാൻ മറന്നുപോയി പറയാൻ, നിങ്ങളോട് പറയാൻ മറന്നുപോയി, കഴിഞ്ഞ രാത്രി വിളിച്ചു പറഞ്ഞു ആ വീട് കൊടുക്കുന്നില്ല എന്ന്. ഞങ്ങള് ഈ സാധനം എല്ലാം തിരിച്ചു റോഡിൽ കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് ചങ്ക് പൊട്ടിക്കരയൊന്നും കേട്ടിട്ടുണ്ടല്ലോ. ചങ്ക് പൊട്ടുക, പല കരച്ചിലുണ്ട്, ദൈവസന്ധി പ്രാർത്ഥന പല തലത്തിലുണ്ട്. പക്ഷെ തകർന്നുടയപ്പെട്ട് അവിടെ അങ്ങ് എങ്ങനെയാ അത് കരയുടെ തരത്തിൽ ആൾക്കാരുണ്ടെന്നോ ചുറ്റുപാടിനൊന്നും നോക്കിയില്ല. അലറിക്കറിഞ്ഞിട്ട് ദൈവത്തോട് ചോദിച്ച കർത്താവെ നീ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ ഇറങ്ങി. ഒന്ന് നോക്കിയാല് ഒരു കാലുമില്ലാത്ത പാസ്റ്റ്, അപകടങ്ങൾ ഒന്നുമില്ലല്ലോ. ഇപ്പൊ പാവങ്ങളെ ആരും കരുതത്തില്ല, ഒരു വീട്ടിൽ പോലും അങ്ങനെ കരുതത്തില്ല. അവര് പാവപ്പെട്ടവരാ, അവര് പൈസക്ക് വന്നതാ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പൊ അതുപോലെ ഒറ്റപ്പെടുത്തുന്ന സമൂഹത്തിന്റെ നടുവിൽ ആരുമില്ല. എന്റെ വീട് ഒരു കുഞ്ഞു വീടാ, എന്റെ കൊച്ചൊരു വീടാ, കൊൽക്കൂടില്ല, അങ്ങോട്ട് പോകാൻ താമസിക്കാൻ പറ്റത്തില്ല. അച്ഛന്റെ വീട് കൊച്ചു വീടാ, അപ്പൊ ഞങ്ങക്ക് പോകാനൊന്നും പറ്റത്തില്ല, ഒരിടമില്ല. അവിടെ നിന്ന് അലറി കരഞ്ഞൊരു കരച്ചിലുണ്ട്. നിലവിളിച്ചു, കർത്താവേ ഞങ്ങൾക്കൊരു പാർക്കാൻ ഒരു കൊച്ചൊരു കുഞ്ഞു വീട് തരണം. അവിടെ നിന്ന് അലറി കരഞ്ഞ സമയം അച്ഛനപ്പച്ചൻ ഞങ്ങളെ വിളിച്ചോണ്ട് പോയി. തൃക്കണ്ണമംഗൽ പൊന്മാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അടുത്ത നെല്ലിക്കുള കടലാവള ആ ഭാഗം വരും. അവിടെ പൊന്മാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ഞങ്ങൾക്കൊരു അപ്പച്ചൻ പറങ്ങി മാമറത്ത് ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ട് ആ ഷെഡിനകത്ത് ഞങ്ങളെ താമസിപ്പിച്ചു. ആ ഷെഡിനകത്ത് താമസിച്ചു. ദൈവം അവിടെ നിന്ന് മാനിക്കാൻ തുടങ്ങി. ഷെഡിനകത്തൊക്കെ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. ഞാൻ ഷെഡിനകത്ത് ഇരുന്ന് ഞാൻ ഉറക്ക പ്രാർത്ഥിക്കുക, സമയം പൊയ്ക്കൊണ്ടിരിക്കുക. ആ ഷെഡിനകത്ത് ഇരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് പതിയെ പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് ശബ്ദം കൂടും. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വലിയ ശബ്ദത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അടുത്തുള്ള മേഴ്സി എന്ന് പറഞ്ഞ അമ്മാമ്മയുണ്ട്. മേഴ്സി മാമ അവിടെ ബ്രദറൻ ചർച്ചിലാണ് പോകുന്നത്. അപ്പൊ അമ്മാമ്മ ഞാൻ പ്രാർത്ഥിച്ച് കഴിയുന്നിടം വരെ ആ ഷെഡിനോ അവരുടെ ഭാഗത്ത് നിന്നു. എന്നിട്ട് പ്രാർത്ഥന കഴിയുമ്പോഴോട് വെച്ചു, റീജ ഞാനും കൂടെ റീജനോട് ഇന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു എന്താ അമ്മ, ഒരു സന്തോഷമല്ലേ. ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചു, ആ ഷെഡിലൊന്ന് പ്രാർത്ഥിച്ചു, അമ്മാമ്മ പോയി. എന്നാൽ അത് കഴിഞ്ഞ് എന്റെ ഹൃദയത്തിൽ ദൈവാത്മ ഇടപെട്ടു. ഇങ്ങനെ ദാഹിക്കുന്ന കുറെ ആൾക്കാർ ഈ പൊന്മാനൂർ ഗ്രാമത്തിലുണ്ട്. ആന്റിക്ക് അറിയാതിരിക്കും, പൊന്മാനൂർ ഗ്രാമം എന്ന് പറഞ്ഞാൽ പൊന്മാനൂർ ഷാരോൺ സ്ഥലത്തുണ്ട്. ആ ദേശത്ത് പുറത്തൊരു താഴെ ഭാഗമാണ് പൊന്മാനൂർ. അപ്പൊ കുറെ ആൾക്കാരുണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവോ, ഞാന് പിറ്റേ ദിവസം തന്നെ ഞാൻ എല്ലാ വീടുകളിലും പോയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ഞാനൊരു ചൊവ്വാഴ്ച ദിവസം പറഞ്ഞു, ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. ഒരു സഭയോ സംഘടനയോ ഒന്നും അല്ല, ഞാൻ അന്ന് വാക്കുവാണെന്ന്. ഇത് സഭയല്ല, ഞങ്ങൾ IPC സൂക്ഷിക്കുന്നെങ്കിലും ഇത് IPCയുടെയോ ഷാരോന്റെയോ ചർച്ചക്കോടോ സഭാ സംഘടന വ്യത്യാസമില്ലാതെ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ എല്ലാരും തയ്യാറാണോ? അപ്പൊ സത്യത്തിൽ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുക. അങ്ങനെ ചൊവ്വാഴ്ച ദിവസം പ്രാർത്ഥന തുടങ്ങി. 2011 തോന്നുന്നു, 2011 ആ ഒരു ചൊവ്വാഴ്ച ഞാൻ എന്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് ആദ്യം വന്നത് 13 പേര്. ആദ്യം വരും 13 പേരടങ്ങുന്ന ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയ പ്രാർത്ഥന കഴിഞ്ഞ ചൊവ്വാഴ്ച, ഈ മാസത്തിന്റെ, ഇപ്പൊ ഞങ്ങള് നേരത്തെ എല്ലാ ചൊവ്വാഴ്ചയായിരുന്നു, ഇപ്പൊ എല്ലാ മാസത്തിന്റെ ആദ്യത്തെ ചൊവ്വാഴ്ചയാക്കി. കാരണം ഇതൊരു സഭയുടെ ഒന്നും അല്ല. പക്ഷെ ഇപ്പൊ 200-ലധികം പേര് ഈ മീറ്റിംഗിന് വരുന്നുണ്ട്. ഇഷ്ടം പോലെ അനേകര് വരും. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട് അവർ പാർക്കുന്ന അടുത്തുള്ള സഭകളിൽ ചേർക്കും. അങ്ങനെ ഒത്തിരി പേര് വന്നു രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഇത് ലൈവ് ഇല്ല, സൂം ഇല്ല, ഒന്നുമില്ല, ആർക്കും അറിയത്തില്ല. നമ്മൾക്കിത് അന്ന് തീരുമാനമെടുത്തത് അനേകർ ആരും അറിയപ്പെടാതെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളൊരു മീറ്റിംഗാണ്. അവരിവിടെ വരും, വന്ന് പ്രാർത്ഥിച്ച് ബലപ്പെട്ട് പോകുന്നു, ആരാധിച്ച് ശക്തിപ്പെട്ട് ബലപ്പെട്ട് അങ്ങനെ അനേകര് സ്നാനപ്പെടാനിടയായി തീർന്നു. അന്നേരം സ്നാനപ്പെടുന്നത്, അപ്പൊ പലരും പറഞ്ഞായിരുന്നു ഇവര് സ്നാനപ്പെടുന്നവരെ എങ്ങോട്ടും വേണ്ട, നിങ്ങളുടെ സമാധാനം എടുക്കാൻ. പക്ഷെ അച്ഛന്റെ ശരീരത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, ഒത്തിരി ശരീരത്തിന് ബലഹീനത ആയതുകൊണ്ട് തന്നെയല്ല തീരുമാനം എടുത്തായിരുന്നു ഇവിടെ വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നവര് അവർ പാർക്കുന്ന അടുത്തുള്ള സഭകളിൽ പോകും. അങ്ങനെ ഒത്തിരി പേര് കർത്താൻ വേണ്ടി ഇറങ്ങി. അപ്പൊ അങ്ങനെ സ്തോത്രം അന്നെടുത്ത തീരുമാനം. പക്ഷേ ഒരു ആഴ്ച വർഷങ്ങൾക്ക് മുൻപ് ഈ കുന്നക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് അലറിക്കരഞ്ഞ് വീടില്ലാതെ അലഞ്ഞ് ഒരു വീടിന് വേണ്ടി ദിവസങ്ങളോളം നടന്ന് തകർക്കപ്പെട്ടു, ഉടയപ്പെട്ട്, എന്റെ അച്ഛനെ ഓർക്കണേ,
പിന്നെ തന്നെയല്ല എന്റെ അപ്പൻ വീട്ടുകാർ, എന്റെ അമ്മ വീട്ടുകാരൊക്കെ കൊട്ടാരക്കൽ മൊത്തമുണ്ട്. സത്യത്തിൽ ഇവരുടെയൊക്കെ മുന്നിൽ ചോദിച്ചെന്നവാ, നീ കാലുവയ്യാത്തവരുടെ പോയി, നിനക്ക് എന്ത് കിട്ടി? നിങ്ങൾ കർത്താവിന്റെ വേലക്കിറങ്ങി, എന്ത് കിട്ടി? ചോദ്യം കിടക്കുക. ഈ ചോദ്യത്തിന് അപമാനം, ഒറ്റപ്പെടുത്തലുകള്, വേദനകളുടെ നടുവില് ഒന്നുമില്ലാതെ സമയങ്ങളിൽ എന്റെ കർത്താവ് എഴുതി വിട്ടു. ഇന്ന് ഞാൻ ആത്മാവിൽ പറയാം, ഇന്നലകളിലെ കണ്ണുനീര്, ഇന്നലകളിൽ തകർന്ന നിലവിളിച്ച ആ കണ്ണുനീര് നാളത്തെ ആനന്ദമാണ്, നാളത്തെ സന്തോഷ. നാം അനുഭവിക്കുന്ന ഓരോ വേദനകളും അത് നാളത്തെ വിടുതലുകളായി മാറും. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചില വേദനകളെ കടന്നു പോകുന്നെങ്കിൽ ഒരിക്കലും അത് തകർന്നു പോകരുത്. നാളെ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ മുന്നോടിയായി ദുഃഖങ്ങൾ കടന്നു വരാം. അങ്ങനെയാണ് സ്തോത്രം. ഞങ്ങള് ഈ ലോക്ക്ഡൌൺ സമയം വന്നപ്പോ സ്തോത്രം 2016 അത് എന്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാന് ശുശ്രൂഷിക്കത്തൊന്നുമില്ലായിരുന്നു. ഞാൻ അച്ഛനോടൊപ്പം ചേർന്ന് ഞങ്ങള് പരസ്യയോഗം, ജയിൽ മിനിസ്ട്രി, ഹോസ്പിറ്റൽ സന്ദർശനങ്ങള്, ഇങ്ങനെ ട്രാക്ട് കൊടുത്ത് ഇങ്ങനെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2016 അച്ഛനെ ഒരു മീറ്റിങ്ങിനെ വിളിച്ചു. പാസ്റ്റർ സാക്ഷ്യം പറയണം, മെസ്സേജും പറയണം, ചെറിയൊരു കൺവെൻഷൻ. ആ സമയത്ത് അച്ഛന് പ്രസംഗിക്കേണ്ട സമയമായപ്പോൾ എഴുന്നേക്കാൻ വയ്യാതെ ശരീരം വിലങ്ങി പിടിച്ചെന്ന് പറഞ്ഞാൽ നിക്കത്തില്ല. ആ സമയം അങ്ങനാണ്, ശരീരത്തിന് തേയ്മാനമൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ വിലങ്ങി പിടിച്ച് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ ഇങ്ങനെ തകർന്നിരിക്കുന്ന ഒരു സമയത്ത് നല്ല ആൾക്കാരുണ്ട്, പാസ്റ്റർമാരുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി അച്ഛന് വയ്യ, വേറെ ആരെങ്കിലും പാസ്റ്റർമാര് പ്രസംഗിക്കും. ഈ സമയത്താണ് ആ അധ്യക്ഷനായിരുന്ന പാസ്റ്റർ വിളിച്ചു പറഞ്ഞു, ബിജു പാസ്റ്റർക്ക് സൗഖ്യമില്ലാത്തത് കൊണ്ട് ബിജു പാസ്റ്റർ ഭാര്യ റീജ ബിജു ശുശ്രൂഷിക്കും. അയ്യോ, അച്ഛന എന്റെ പേര് പറഞ്ഞു കൊടുത്തത്. എനിക്ക് ഭയങ്കര സന്തോഷം. എന്റെ അച്ഛന എന്റെ ശുശ്രൂഷയുടെ ബലം ഇന്നും അന്നും എപ്പോഴും ഭയങ്കര കൈത്താക്കല. എനിക്ക് വയ്യാന്ന് പറഞ്ഞാലും അച്ഛനെ ഒത്തിരി ബലപ്പെടുത്തും. അപ്പൊ ഈ സമയത്ത് എന്റെ കണ്ണെല്ലാം കൂടെ ഇരുട്ട് കയറി. അയ്യോ, എനിക്ക് വയ്യ, ഞാൻ അവിടെ കുനിഞ്ഞ് തന്നെ ഇരുന്നു. അപ്പൊ എനിക്ക് അച്ഛനോട് ദേഷ്യം വരും. എന്തിനെന്റെ പേര് പറഞ്ഞു? അയ്യോ, എനിക്ക് അറിയത്തില്ല, ഒന്നും പറയാൻ അറിയത്തില്ല. ഇങ്ങനെ ഇരിക്കുമ്പോ, ഇങ്ങനെ വേദനയോടിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ കാതിൽ കേൾപ്പിക്കുക, സംസാരിക്കുക. മോളെ, ഇത് നിന്റെ ദിവസമായി, ഇന്ന് നിന്റെ ദിവസമാണ്. ഇന്നലകൾ കഴിഞ്ഞുപോയി, നാളെ വരുമെന്ന് ഉറപ്പില്ല. ഇന്ന് നിന്റെ ദിവസമാണ്. വ്യക്തമായി കർത്താവ് സംസാരിച്ചു. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഞാൻ മറക്കത്തില്ല അന്ന് പാടിയ പാട്ട് ഇതാ, ഞാൻ അവരുള്ള കയ്യിലിരിക്കുക, ആരുമില്ലെനിക്കൂ ദോഷം ചെയ്യുവാൻ. ഇതങ്ങോട്ട് പാടി എഴുന്നേറ്റ് പോയി. പാട്ടിലൂടെ ദൈവശക്തി വ്യാപരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജനശക്തമായി ആരാധിക്കുക. ആ പാട്ടുകാരും കൂടെ ആരാധിച്ച് ഭയങ്കര ആരാധന വെളിപ്പെടുന്ന സമയം ദൈവം തന്നൊരു വചനമാണ്, ദൈവം തെരഞ്ഞെടുത്തവരെ കുറ്റം ചുമത്തും. ഈ വചനം ഞാൻ പിന്നെ ഇതിന് ശേഷം ഇന്നുവരെ പ്രസംഗിച്ചിട്ടില്ല. ആ വചനം എന്നുവെച്ചാൽ അതുപോലെ ദൈവം എന്നെ പിടിച്ചൊരു വ്യക്തമായി ഇടപെട്ട വചനം. ഞാനിങ്ങനെ പെട്ടെന്ന് തപ്പിയെടുത്തു. ദൈവം റോമർക്കെതിരെ എങ്ങനെ വ്യക്തമാക്കി ഞാൻ എടുത്തു. ദൈവം തെരഞ്ഞെടുത്തവരെ കുറ്റം ചുമത്തും. സൺഡേ സ്കൂൾ പഠിച്ചത് കൊണ്ടും പഠിപ്പിച്ചത് കൊണ്ട് വചനങ്ങൾ അറിയാം. പക്ഷെ നമുക്കൊരു വേദി പ്രസംഗിക്കാൻ അറിയത്തില്ലല്ലോ. പക്ഷെ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല. എങ്കിലും എനിക്ക് പറയാനൊന്നും അറിയില്ല. ആ സമയത്ത് ദൈവാത്മാവിനോട് വ്യക്തമായിട്ട് പറഞ്ഞു, ഈ വചനം നിനക്ക് ദൂതായിട്ട് വരും, നിന്റെ ജീവിതത്തിൽ ദൂതായിട്ട് വരും. പ്രസംഗിക്കുന്നവർക്കും പ്രസംഗം കേൾക്കുന്നവർക്കും ഒരുപോലെ വിടുതല. ദൈവം തെരഞ്ഞെടുത്തവരെ കുറ്റം ചുമത്തും. ഈ വചനം അങ്ങോട്ട് പ്രസംഗിക്കാനും സ്തോത്രം ദൈവാത്മാവ് ഇടപെട്ടു. ദാവീദിന്റെ ഒരൊറ്റ കല്ലുകൊണ്ട് ഇസ്രായേലും പ്രസിദ്ധമായി. ദാവീദിനെ തെരഞ്ഞെടുത്തതും ദാവീദിന്റെ ഒറ്റ കല്ലുകൊണ്ട് ഇസ്രായേലും പ്രസിദ്ധമായ വിഷയം പ്രസംഗിച്ചു. അതെനിക്ക് ദൂതായിട്ട് വന്നു. ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ അവിടെ വന്നൊരു മസ്കറ്റിൽ നിന്ന് വന്നൊരു കുടുംബം എന്നോട് പറഞ്ഞു, റീന, ഞങ്ങൾ മസ്കറ്റിലേക്ക് വിളിക്കുക. ഞാൻ പറഞ്ഞു, എനിക്ക് പാസ്പോർട്ട് ഇല്ല, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. എനിക്ക് 2016 ലാസ്റ്റ് നവംബർ മാസം ഞാൻ പറഞ്ഞു, എനിക്ക് പാസ്പോർട്ട് ഒന്നുമില്ല, എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. ഇത് മതി. അങ്ങനെയാണ് 2017
ജനുവരി മാസം ഞാൻ ആദ്യം മസ്കറ്റിലേക്ക് പോകുന്നത്. അന്ന് തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങൾ കുടുംബമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും, ജില്ലകളിലും, സ്റ്റേറ്റുകളിലും ദൈവം തരുന്ന അവസരം നഷ്ടമാക്കരുത്. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, എപ്പോഴും നാളെ ഉപസിക്കാം, നാളെ പ്രാർത്ഥിക്കാം, നാളെ ഇരിക്കാം, നാളെ പോകാം. ഇല്ല, കർത്താവ് ഇന്ന്, നാളെ നമുക്ക് ഉറപ്പില്ല. നാളത്തെ ദിവസം ഇന്ന് ഈ ജോയ്സ് ടിവിയിലൂടെ ശ്രദ്ധിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ആത്മാവെ വിളിച്ചു പറയട്ടെ, ശക്തമായി ഞാൻ പറയുന്നു. എന്റെ ജീവിതാനുഭവത്തോട് ചേർന്ന് ഞാൻ പറയാം, ഈ കേൾക്കുന്ന ഓരോ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാളെ എന്ന് ചിന്തിക്കാതെ ഇന്ന് നമുക്ക് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാൻ പറ്റും, ഉപസിക്കാൻ പറ്റും, ദൈവം ആരാധിക്കാൻ പറ്റുമോ? ദൈവം നിൽപ്പാൻ എത്ര പേർ റെഡിയാണ്? നാളെ എന്ന് ചിന്തിക്കാതെ കർത്താവിന് നിൽപ്പാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന, ചിലർ പറഞ്ഞു 21 ദിവസം മാസ്റ്റർ വെക്കും, എല്ലാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ലാസ്റ്റ് ദിവസം അങ്ങ് പോകണം. പക്ഷെ ആദ്യത്തെ ദിവസം നമ്മളെ വിടുതലിന്റെ ദിവസം, ഒന്നാമത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം ഒക്കെ ആയിരിക്കാം. പക്ഷെ ചിലർ അവസാന ദിവസം, ജോലിയുള്ളവരൊക്കെ ഓക്കെ ശരിയാ. പക്ഷെ എങ്കിലും കർത്താവ് തരുന്ന ഓരോ മിനിറ്റുകളും മണിക്കൂറുകളും വിലപ്പെട്ടതാ. അതുകൊണ്ട് നമ്മൾ സമയം നഷ്ടമാക്കി കളയരുത്. ദൈവത്തിൽ തരുന്ന സമയം തക്കത്തിന് ഉപയോഗിക്കാൻ നമ്മളെ കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോക്ക്ഡൌൺ ഒക്കെ വന്നു. ഞങ്ങളൊരു ചെറിയ വീട്, അതിന്റെയൊക്കെ ഒത്തിരി അനുഭവമുണ്ട്. കുന്നക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ഒരിക്കലും ഒരു വസ്തുവോ വീടോ മേടിക്കുമെന്ന് ചിന്തിച്ചതല്ല. പക്ഷെ ഇവിടെ തന്നെ എന്റെ കർത്താവ് ഈ കുന്നക്കരയില് ഞങ്ങൾക്ക് വേറൊരു ആന്റിയിൽ കൂടെ നിർബന്ധപൂർവ്വം ഞങ്ങൾ ഈ വസ്തു മേടിച്ചു. ഇവിടെ വസ്തു മേടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പിന്നാണ് പൈസയൊക്കെ കൊടുത്തത്. അങ്ങനെ ഇരിക്കുമ്പോൾ ലോക്ക്ഡൌൺ സമയം വന്നു. എന്റെ 2 കുഞ്ഞുങ്ങളും ജോലി ചെയ്താ പഠിച്ചത്. എനിക്ക് നല്ല അഭിമാനത്തോടെ പറയാൻ കഴിയും. കുഞ്ഞുങ്ങളുടെ മൂത്ത മകന് ബാറ്റ ഷോറൂമിൽ ജോലി ചെയ്താ അവൻ പഠിച്ചത്. എല്ലാരും ചോദിച്ചു, കൊച്ചിനെ എന്തിനാ ചെരുപ്പ് പറക്കാൻ വിടുന്നെന്ന് ചോദിച്ചു. അങ്ങനെ കളിയാക്കുണ്ടല്ലോ, ചെരുപ്പ് പറക്കാൻ വേണ്ടി. പക്ഷെ ഞാനത് അഭിമാനമായിട്ട് എന്റെ ഇളയ മോൻ സൗണ്ട് എഞ്ചിനീയർ തിരുവനന്തപുരത്ത് പഠിച്ചത്. രാത്രിയിലെല്ലാം ഹോട്ടലിൽ പോയി ജോലി ചെയ്തിട്ട് കിട്ടുന്ന ശമ്പളം കൊണ്ട് അവന് സൗണ്ട് എഞ്ചിനീയറിങ്ങിന് തിരുവനന്തപുരത്ത് ഇലക്ട്രോണിൽ പഠിച്ചത്. 2 കുഞ്ഞുങ്ങളും ജോലി ചെയ്താ പഠിച്ചത്. അഭിമാനത്തോടെ പറയാൻ കഴിയും. അപ്പൊ മൂത്ത മകന് ജോലി ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇവിടെ വസ്തു മേടിച്ചിട്ടേക്കല്ലേ, അപ്പൊ ഞങ്ങൾ ഇവിടെ വീട് വെക്കാൻ തീരുമാനിച്ച് അങ്ങോട്ട് തുടങ്ങിയപ്പോഴാണ് ലോക്ക്ഡൌൺ വന്നു. പക്ഷെ മോന് അവിടുന്ന് പെട്ടെന്ന് ലോൺ കിട്ടി, 10 ലക്ഷം രൂപയാ ലോൺ കിട്ടി. ആ ലോൺ കിട്ടിയത് കൊണ്ട് ഞങ്ങൾ വീട് പണി ആരംഭിച്ചു തുടങ്ങി. പൈസയും തീർന്നു, വീട് എല്ലാം കാരണം ലോക്ക്ഡൌൺ ആയതുകൊണ്ട് എല്ലാം മുടങ്ങി, മീറ്റിങ്ങുകളില്ല, വീട്ടിലിരിപ്പായി. ഈ സമയം എന്റെ കർത്താവ് പലപ്പോഴും ദൈവദാസന്മാരിലൂടെ സംസാരിച്ചിട്ടുണ്ട്, ദൂത് കേട്ടിട്ടുണ്ട്. നിന്നെ പല രാജ്യങ്ങളിലേക്ക് പോകും, ശുശ്രൂഷിക്കും. അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോ പലരും പുച്ഛമായിട്ട് പറയും. പക്ഷെ ഞാൻ ഇതെല്ലാം ഏറ്റെടുക്കും. ഞാനിത് ഡയറിയിൽ എഴുതി വെക്കും. എന്ത് ദൂത് കേട്ടാലും നമുക്ക് ചിലപ്പോൾ സാറാ ചിരിച്ചോണം ചിരി വരും. പക്ഷെ ചിരിച്ചാലും ഞാൻ എഴുതി വെക്കും. പക്ഷേ ഈ ലോക്ക്ഡൌൺ സമയത്ത് എല്ലാരും പറയും ലോക്ക്ഡൌൺ സമയം വീട് വെച്ചു എങ്ങനെയാ. പക്ഷെ ഒരു രാത്രികളിൽ പോലും ഞാൻ ഉറങ്ങാറ്. എന്റെ അച്ഛനും കുഞ്ഞുങ്ങളും എല്ലാം ലോക്ക്ഡൌൺ സമയത്ത് വീട് പണിക്കായിട്ട് അവര് തന്നെ ഇവിടെ ജോലി, 2 കുഞ്ഞുങ്ങളോടും ജോലി ചെയ്യുമായിരുന്നു. ഞാൻ ഈ സമയത്ത് എല്ലാ രാജ്യങ്ങളിലും പ്രസംഗിപ്പാണ്. രാത്രി ഉറക്കമില്ല, പ്രഭാതങ്ങളില്, രാത്രിയാമങ്ങളില്, പകൽ സമയങ്ങളില്, ഒരു ദിവസം തന്നെ 5, 3 അല്ലെങ്കിൽ 6, 7 ഒക്കെ സൂം മീറ്റിങ്ങിന്. നമുക്കറിയാം ഒരു സൂം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. നമ്മൾ ഇരുന്ന് പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് മൊത്തം ക്ഷീണമാണ്. അതോടൊപ്പം നമ്മള് വില കൊടുത്തു, ദേവസ്ഥിതി ഇരുന്നു. പക്ഷെ കർത്താവ് സ്തോത്രം അന്ന് തുടങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങളൊരു ചെറിയ വീടിന് പ്ലാൻ ചെയ്തിട്ട്, നമ്മുടെ എഞ്ചിനീയറിംഗ് ജോൺസിച്ചാൻ എന്ന് പറയും, ഇവിടെ ജോൺസിച്ചാൻ ഞങ്ങൾക്ക് പ്ലാനൊക്കെ വരച്ചു തന്നു. ചെറിയൊരു വീടിനാ പ്ലാൻ വരച്ചത്. പക്ഷേ ഞങ്ങൾക്ക് ഈ വീട് പണി അച്ഛൻ പറഞ്ഞു, ഫാസ്റ്റേ നിങ്ങൾ കൊട്ടാരക്കരയിൽ വീട് വെക്കുന്നത്, അനേക ദേവദാസന്മാർ ഈ വഴിയിലൂടെ പോകുമ്പോൾ ഒന്ന് കയറി വിശ്രമിക്കണ്ടായോ, അതുകൊണ്ട് മുകളിലും വെക്കണം. അങ്ങനെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ മുകളിലേക്ക് പണി ആരംഭിച്ചു. അങ്ങനെയാണ് ഇത് ദൈവത്തിന്റെ പ്രവൃത്തി. ഞാൻ ഈ കട്ട കെട്ടുമ്പോൾ, എനിക്ക് സമയം പോയെന്ന് എനിക്കറിയാം, പക്ഷെ ഈ കട്ട കെട്ടുമ്പോൾ, ഈ ഓരോ കട്ട വെക്കുമ്പോൾ ഞങ്ങൾ ഇത് മറന്നുപോയി. ഒരിക്കലും കരഞ്ഞ സ്ഥലമാണ്. പക്ഷെ ഇവിടെ സമയമുണ്ട് പറഞ്ഞു, സമയമുണ്ട് ദേവദാസിന്റെ അനുഭവം പറയാം. അപ്പം ഇവിടെ ഇങ്ങനെ സ്തോത്രം ഇങ്ങനെ കട്ട കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിടെ വിട്ടു, നീ കരഞ്ഞു തോർക്കുന്നോ, നീ വിട്ട് കരഞ്ഞു തോർക്കുന്നു. സത്യത്തിൽ റോഡായതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ കിടന്ന് ഉരുണ്ട് കരഞ്ഞേനെ അന്ന്.
അന്ന് ഉരുണ്ട് കരഞ്ഞനെ അതേ സ്ഥലത്ത് ഈ വീട് വെക്കുന്നേ. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഇങ്ങനെ ഓരോ കട്ടയിലും കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ തന്നതായത്. അന്ന് 2 കുഞ്ഞുങ്ങളുടെ കൈക്ക് പിടിച്ചൊരു കാലമില്ലാത്ത നല്ല ദാസൻ കൊണ്ട് ഞങ്ങൾ അന്ന് കരഞ്ഞതിന്റെ മറുപടി പലരും കരഞ്ഞ് ഞങ്ങൾ മറന്നു, എല്ലാരും മറന്നു, പക്ഷെ സ്വർഗം മറന്നില്ല അതിന്റെ പ്രവൃത്തി. അങ്ങനെ വീടിന്റെ പണി എല്ലാം കഴിഞ്ഞു. വീട് പണി കഴിഞ്ഞ് പേരിടാൻ നേരത്ത്, ഞങ്ങള് വീട് മാറാൻ നേരത്ത് പേരിടാം, നമ്മളൊക്കെ പറയുന്നത് എന്തുവാ, ബേഥേലെന്നോ നിസ്ബാന്നോ എബനേസറെന്നോ ഒക്കെ പേര് പറഞ്ഞപ്പോ പിള്ളേരിങ്ങനെ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു ഗ്രാനറി എന്ന് പേരിട്ടു. അപ്പൊ ഗ്രാൻ ചോദിച്ചു ഗ്രാനറിയുടെ അർത്ഥം എന്തുവാ? അപ്പൊ അങ്ങനെ നോക്കിപ്പോഴാണ് കളപ്പുര ഗ്രാനറി പേരിട്ടു. പക്ഷെ ആ പേരിന്റെ അർത്ഥം കളപ്പുര എന്നാ. കണ്ണുനീരോടെ നമ്മൾ വിതയ്ക്കാൻ തയ്യാറായ ആർപ്പോടെ കൊയ്യുന്നൊരു ദിവസമുണ്ട്. കളപ്പുര അല്ലെ, വയല്, കളപ്പുര, വയലിൽ നിന്ന് കൊയ്ത് കൊണ്ടുവന്ന ഒരു സമയം ദൈവസന്യാമേ. പക്ഷേ ഇന്ന് എന്നെ കേട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യം പറയാം, ഇന്നലകളിലെ കണ്ണുനീര് നാളുകളിൽ ആർപ്പോടെ കൊയ്തെടുക്കുവാൻ അത് നമ്മുടെ ജീവിതം ഏറ്റവും കൂടുതലായി തീരുവാൻ കർത്താവ് സഹായിക്കും. നോക്കിക്കേ, ഞങ്ങളുടെ കല്യാണം 6 മാസം ദൈഹിക്കത്തില്ലെന്ന് പറഞ്ഞതാ. ഞങ്ങളുടെ 27 വർഷം കഴിഞ്ഞു. 2 ആൺകുഞ്ഞുങ്ങളെ തന്നു. മൂത്ത മകന്റെ കല്യാണം കഴിഞ്ഞ ഡിസംബർ മാസം 21-ാം തീയതി കഴിഞ്ഞു. 2023 ഡിസംബർ മാസം 21-ാം തീയതി അവന്റെ വിവാഹം കഴിഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ടൊരു മോളെ ഞങ്ങൾക്ക് തന്നു. 2ാമത്തെ മോൻ സൗണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അവൻ പലയിടത്തും ജോലി ചെയ്തു. പക്ഷെ എങ്കിലും ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി പാടുവാൻ കർത്താവ് ഉപയോഗിക്കുന്നു. ഞങ്ങളോടൊപ്പം നിൽക്കുന്ന 3 കുഞ്ഞുങ്ങളെ കർത്താവ് തന്നു. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ബലം ഞങ്ങളുടെ കുഞ്ഞുങ്ങളാ. ഞങ്ങൾ സന്തോഷത്തോടെ ഞങ്ങൾ 5 പേരും കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. തന്റെ ദാസന് ശരീരത്തിന് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ കൊല്ലം സൗത്ത് സെന്ററിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നെങ്കിൽ സഭാ മിനിസ്ട്രി ഇല്ല. കൊല്ലം സൗത്ത് സെന്റർ പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ മാതൃ ചർച്ച് കൊട്ടാരക്കര IPC സഭയാണ്. അതോടൊപ്പം എല്ലാ മാസത്തിന്റെയും ആദ്യത്തെ ചൊവ്വാഴ്ച കൊട്ടാരക്കര ഈ കുന്നക്കര ഭാഗത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ നമ്മുടെ മീറ്റിംഗും ആരംഭിച്ചു. വളരെ സന്തോഷമായിട്ട് പോകുന്നു. ദൈവകൃപ, ദൈവം നടത്തുന്ന അത്ഭുതത്തിന്റെ വഴികളാ. വീണ്ടും കർത്താവ് ഞങ്ങളെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു ആ തലത്തിൽ സ്തോത്രം. എനിക്ക് ഒത്തിരി സന്തോഷം എന്ന് വെച്ചാല് ഒത്തിരി സന്തോഷം. ഞങ്ങൾ 5 പേരും ഇവിടെ മിനിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ 5 പേരും ഇവിടെ ശുശ്രൂഷയ്ക്ക് പോകാനും കുഞ്ഞുങ്ങൾ പാടാനും ഒക്കെ ദൈവം സഹായിച്ചു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. കർത്താവ് സഹായിക്കട്ടെ. പ്രത്യേകിച്ച് എന്നെ ഈ ജോയ്സ് ടിവിയിലേക്ക് ക്ഷണിച്ച് എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം നൽകിയ കർത്താവിന്റെ ദാസനെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങളെ ഓർക്കുക. ഞങ്ങള് സ്തോത്രം കർത്താവിന്റെ എങ്ങനെ കർത്താവ് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു ആ തലത്തിൽ മുന്നോട്ട് പോകാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങൾ അല്ലെങ്കിൽ ഈ സാക്ഷ്യങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുന്നു. ആമേൻ. താങ്ക് യു സിസ്റ്റർ. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസ്യത ഉപയോഗിച്ച വിധങ്ങളും വഴികളും ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്നതായ മാർഗങ്ങളും ഒക്കെ കേൾക്കുവാൻ കർത്താവിന്റെ ദാസിയിലൂടെ സഹായിച്ചു. ഈ കേൾക്കുന്ന സാക്ഷ്യം അനേകർക്കൊരാശ്വാസമായി മാറട്ടെ. വിശ്വസ്തയോടെ നേരോടെ നടക്കുന്നവൻ ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. നമ്മുടെ കർത്താവിന്റെ വചനമാണ്. കർത്താവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അതിനൊരു മാറ്റമില്ലാത്തത് കൊണ്ട് അതങ്ങനെ തന്നെ ആയിരിക്കുകയാണ്. സ്തോത്രം. കർത്താവിന്റെ ദാസ്യ ദൈവം പിന്നെയും ഉപയോഗിക്കട്ടെ. അനേക ജീവിതങ്ങൾക്ക് ആശ്വാസമാക്കി തീർക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസിയെയും കുടുംബത്തെയും കുറിച്ച് ഉദ്ദേശിക്കുന്നത് പോലെ വരും കാലങ്ങളിൽ നടത്തുമാറാകട്ടെ. ദൈവത്തിന്റെ ദാസി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല കർത്താവേ, യേശുപ്പാ സ്തോത്രം. ഞങ്ങളുടെ കർത്താവേ, ഈ ജോയ്സ് ടിവിയിലൂടെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ വാത്സല്യ സഹോദരങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ മിനിസ്റ്റർ ചെയ്യുന്ന തന്നെ ദാസനായി ജോയ്സ് ആന്റിക്കായി സ്തോത്രം ചെയ്യുന്ന കുടുംബമായി കർത്താവ് നിന്റെ കുഞ്ഞുങ്ങളെ ശുശ്രൂഷകളെ ആദരിക്കണമേ. അവരെ മാനിക്കണം. തലമുറകളെ കർത്താവ് ആദരിക്കണം. പ്രത്യേകിച്ച് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ആരോടും തുറന്നു പറയാൻ കഴിയാതെ തകർക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളാപ്പാ, അവർക്കൊക്കെ ദൈവം ഒരു അനുഗ്രഹത്തിനും ഈ സാക്ഷ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലിനും കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ സഹായിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കാൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും
ശക്തിയായവൻ, ശക്തി ദൈവത്തിൽ നിന്നുള്ള ശക്തി പ്രാപിച്ച് ബലം പ്രാപിച്ച് ദൈവകൃപ ഏറ്റെടുത്ത് ക്രിസ്തുവിനെ നിൽപ്പാൻ സ്വർഗ്ഗം സഹായിക്കണമേ. കർത്താവിന്റെ വരവിനായി ഞങ്ങളെ ഒരുക്കണം, പ്രത്യാശയോടെ നിർത്തണം, മഹത്വം വെളിപ്പെടും. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സിസ്റ്റർ, കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു. ആമേൻ.